നമസ്കാരം. യോഗ സാധന ഗുരുകുലത്തിലേക്ക് സ്വാഗതം. സ്വാമി സ്വാത്മാരാമന്റെ ഹഠയോഗ പ്രദീപികയിലെ 1-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ചില ഗ്രന്ഥങ്ങൾ അറിവ് നൽകുന്നു, ചിലത് പ്രചോദനം നൽകുന്നു. എന്നാൽ അത്യപൂർവമായ ചില ഗ്രന്ഥങ്ങൾ മനുഷ്യന്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ബോധത്തെ ഉണർത്തുന്നു. അവ വെറും പുസ്തകങ്ങളല്ല, അവ ഒരു വാതിലാണ്. ശരീരത്തിൽ നിന്ന് മനസ്സിലേക്കും, മനസ്സിൽ നിന്ന് ചൈതന്യത്തിലേക്കും, ചൈതന്യത്തിൽ നിന്ന് അനന്തമായ ആത്മസത്യത്തിലേക്കും തുറക്കുന്ന ദിവ്യമായ വാതിൽ. അത്തരം അമൂല്യമായ യോഗ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സ്വാമി സ്വാത്മാരാമൻ രചിച്ച ഹഠയോഗ പ്രദീപിക. ഇത് വെറും ആസനങ്ങളുടെ പുസ്തകമല്ല, ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രാണന്റെയും ആത്മാവിൻ്റെയും ശാസ്ത്രമാണ്. അനുഭവത്തിലൂടെ മാത്രം തുറന്നു കാണുന്ന ഒരു രഹസ്യ ഭൂപടം. സ്വാത്മാരാമൻ എന്ന യോഗി രചിച്ച ഹഠയോഗ പ്രദീപിക യോഗശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രാചീനവും പ്രാമാണികവുമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. പരമശിവനിൽ നിന്ന് പാർവതിയിലേക്ക് ഒഴുകിയ അറിവ് മത്സ്യേന്ദ്രനാഥനിലൂടെയും ഗോരക്ഷാനാഥനിലൂടെയും തലമുറകൾ കടന്ന് ഒടുവിൽ ഈ ഗ്രന്ഥത്തിന്റെ വരികളിൽ സ്ഥിരപ്പെട്ടു. ഇന്ന് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നു ആദ്യത്തെ അധ്യായത്തിലൂടെ. ഹഠയോഗം എന്താണ്? അതിന്റെ ഉദ്ഭവം എവിടെയാണ്? ഒരു യോഗിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? യോഗം നശിപ്പിക്കുന്നതും യോഗം സാധിപ്പിക്കുന്നതും എന്തൊക്കെയാണ്? ആസനങ്ങൾ ഏതൊക്കെയാണ്? ഇവയെല്ലാം സ്വാത്മാരാമന്റെ സ്വന്തം വാക്കുകളിലൂടെ നമുക്കറിയാം. സംസ്കൃത ശ്ലോകങ്ങളിലൂടെ പവിത്രമായ ധ്വനിയോടെ അവയുടെ ആഴമേറിയ അർത്ഥം മലയാളത്തിൽ വിശദീകരിച്ചുകൊണ്ട് രാജയോഗത്തിലേക്കുള്ള ഈ പടികൾ നമുക്ക് ഒരുമിച്ച് കയറാം. हठ योग प्रदीपिका प्रथमोपदेशः श्री आदिनाथाय नमोस्तु तस्मै येनोपदिष्ठा हठ योग विद्या विभ्राजते प्रोन्नत राजयोगम ആരോഢുമിച്ഛോരധിരോഹിണീവ. ഗ്രന്ഥത്തിന്റെ ആദ്യ വരി തന്നെ ഒരു നമസ്കാരമാണ്. ആദിനാഥനായ ഭഗവാൻ ശിവനെ സ്വാത്മാരാമൻ നമിക്കുന്നു. കാരണം ഹഠയോഗ വിദ്യ ആദ്യമായി ഉപദേശിച്ചത് അദ്ദേഹമാണ്. ശിവൻ തന്റെ പത്നിയായ ശ്രീ പാർവതിക്ക് ഈ വിദ്യ പകർന്നു നൽകി എന്നാണ് പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ടാണ് പല ഹഠയോഗ ഗ്രന്ഥങ്ങളും ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഹഠ എന്ന വാക്ക് തന്നെ 2 അക്ഷരങ്ങളാൽ നിർമ്മിതമാണ്. ഹ സൂര്യനെ സൂചിപ്പിക്കുന്നു, ഠ ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. ഈ 2 ശക്തികളുടെ, സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രാണന്റെയും അപാനന്റെയും സമ്മേളനമാണ് യോഗം എന്ന് ഈ പേര് തന്നെ വെളിപ്പെടുത്തുന്നു. ഹഠയോഗം രാജയോഗത്തിലേക്കുള്ള ഒരു കോവണിയാണെന്ന് ഈ ശ്ലോകം പറയുന്നു. ഉയരമുള്ള കൊടുമുടിയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവന് പടികൾ ആവശ്യമായിരിക്കുന്നത് പോലെ രാജയോഗം എന്ന ആത്മീയ ഉന്നതിയിലേക്ക് എത്താൻ ഹഠയോഗം ഒരു മാർഗമായി വർത്തിക്കുന്നു. ശരീരവും മനസ്സും ഒരിക്കലും വേറിട്ട വഴികളല്ല. ഹഠയോഗം ശരീരത്തിന്റെ അച്ചടക്കമാണെങ്കിൽ രാജയോഗം മനസ്സിന്റെ അച്ചടക്കമാണ്. രണ്ടും ഒരേ യോഗത്തിന്റെ 2 വശങ്ങൾ മാത്രം. അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ തന്റെ ഗുരുവിനെ നമിച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു. പ്രണമ്യ ശ്രീ ഗുരും നാഥം സ്വാത്മാരാമേണ യോഗിന കേവലം രാജയോഗായ ഹഠവിദ്യോപദിശ്യത്തെ. തന്റെ ഗുരുവിനെ നമിച്ച ശേഷം സ്വാത്മാരാമൻ ഈ ഹഠവിദ്യയെ ഉപദേശിക്കുന്നത് കേവലം രാജയോഗത്തിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായി മാത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ ഒരു വരിയിൽ തന്നെ സ്വാത്മാരാമന്റെ ഉദ്ദേശം സമ്പൂർണമായി വെളിപ്പെടുന്നു. ഹഠയോഗം അതിൽ തന്നെ അന്തിമ ലക്ഷ്യമല്ല. ശരീരത്തിന്റെ ശുദ്ധീകരണവും ബലവും നേടുന്നത് മനസ്സിന്റെയും ആത്മാവിന്റെയും ഉയർച്ചയായ രാജയോഗത്തിലേക്ക് എത്താനുള്ള ഒരുക്കമാണ്. ഏതൊരു അച്ചടക്കത്തിന്റെയും ആദ്യഘട്ടങ്ങൾ അതിന്റെ ഉയർന്ന ഘട്ടങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണെന്ന സത്യമാണ് ഈ ശ്ലോകം അടിവരയിടുന്നത്. ഗുരുവിനെ ആദ്യം നമിക്കുന്നത് യാദൃച്ഛികമല്ല. ഈ പാതയിൽ ഗുരുപദേശത്തിന്റെ പ്രാധാന്യം ഗ്രന്ഥത്തിലുടനീളം സ്വാത്മാരാമൻ ആവർത്തിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ഈ ഗ്രന്ഥം എഴുതാനുള്ള കാരണം സ്വാത്മാരാമൻ കൂടുതൽ വ്യക്തമാക്കുന്നു. ഭ്രാന്ത്യാ ബഹുവതധ്വാന്തെ രാജയോഗം അജാനതാം ഹഠപ്രദീപികാം ധത്തെ സ്വാത്മാരാമഃ കൃപാകരഃ. അനേകം അഭിപ്രായങ്ങളുടെ ഇരുട്ടിൽ വഴിതെറ്റി യഥാർത്ഥ രാജയോഗം എന്തെന്നറിയാതെ ഉഴലുന്നവർക്ക് വേണ്ടിയാണ് കാരുണ്യമൂർത്തിയായ സ്വാത്മാരാമൻ ഈ ഹഠയോഗ പ്രദീപികയെ സമർപ്പിക്കുന്നത്. പ്രദീപിക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദീപം അല്ലെങ്കിൽ വെളിച്ചം എന്നാണ്. ആശയക്കുഴപ്പത്തിന്റെയും വൈരുദ്ധ്യമുള്ള സിദ്ധാന്തങ്ങളുടെയും ഇരുട്ടിൽ അകപ്പെട്ട സാധകർക്ക് വഴികാട്ടുന്ന ഒരു ദീപമാണ് ഈ ഗ്രന്ഥമെന്ന് സ്വാത്മാരാമൻ തന്നെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഒരു കാരുണ്യത്തിന്റെ സ്വരം കൂടി കേൾക്കാം.
ഗ്രന്ഥകാരൻ തന്റെ ജ്ഞാനത്തെ അഹങ്കാരത്തോടെയല്ല, മറിച്ച് വഴിതെറ്റിയവരോടുള്ള കരുണയായാണ് പങ്കുവയ്ക്കുന്നത്. സത്യാന്വേഷണത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശരിയായ മാർഗദർശനത്തിലൂടെ ആ ഇരുട്ട് നീങ്ങുമെന്ന പ്രത്യാശയാണ് ഈ ശ്ലോകം നൽകുന്നത്. അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ തനിക്ക് ഈ വിദ്യ ലഭിച്ച പരമ്പരയെക്കുറിച്ച് പറയുന്നു. हठविद्यां हि मत्स्येन्द्र गोरक्षाद्या विजानन्ते स्वात्मा रामोऽथवा योगी जानीते तत्प्रसादतः. മത്സ്യേന്ദ്രനാഥനും ഗോരക്ഷനാഥനും മറ്റുള്ളവരും ഈ ഹഠവിദ്യ അറിഞ്ഞവരാണ്. അവരുടെ കൃപയാൽ മാത്രമാണ് യോഗിയായ സ്വാത്മാരാമനും ഈ വിദ്യ ലഭിച്ചത്. ഇവിടെ സ്വാത്മാരാമൻ തന്റെ ഗുരുപരമ്പരയെ, ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രമായ ചങ്ങലയെ അംഗീകരിക്കുന്നു. താൻ സ്വയം കണ്ടെത്തിയ ജ്ഞാനമല്ല ഇത്, മറിച്ച് നാഥ പാരമ്പര്യത്തിലെ മഹാഗുരുക്കന്മാരിലൂടെ കൈമാറി വന്ന ജ്ഞാനമാണ് എന്ന വിനയത്തോടുള്ള അംഗീകാരമാണിത്. ഹഠയോഗ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രശസ്തരായ 2 പേരാണ് മത്സ്യേന്ദ്രനാഥനും ഗോരക്ഷനാഥനും. അവരുടെ കൃപ കൂടാതെ ഈ ജ്ഞാനം സ്വായത്തമാക്കാൻ കഴിയില്ല എന്ന സത്യം ഗുരുവിന്റെ അനിവാര്യതയെ വീണ്ടും അടിവരയിടുന്നു. അടുത്തതായി ഈ മഹാപരമ്പരയിലെ സിദ്ധന്മാരുടെ പേരുകൾ സ്വാത്മാരാമൻ ഒരു ഭക്തിസാന്ദ്രമായ ജപം പോലെ നിരത്തുന്നു. श्री आदिनाथ मत्स्येन्द्र शावरानंद भैरवाः चौरंगी मीन गोरक्ष विरूपाक्ष बिलेशयाः मंथानहो भैरहु योगी सिद्धिर्बुद्धश्च कंथडिः कोरंटकः सुरानंदः सिद्धपादश्च चर्पटिः कानेरी पूज्यपादश्च नित्यनाथो निरंजनः कपाली बिंदुनाथश्च काकचंडीश्वराह्वयः अल्लामः प्रभुदेवश्च घोडाचूली च टिण्टिणिः भानुकी नारदेवश्च खण्डः कापालिकस्तथा इत्यादयो महासिद्धाः हठयोगप्रभावपः खण्डयित्वा कालदण्डं ब्रह्माण्डे विचरन्ति ते. ഈ 5 ശ്ലോകങ്ങൾ ഒരു നീണ്ട സ്തുതി പോലെ ഹഠയോഗ പരമ്പരയിലെ മഹാസിദ്ധന്മാരുടെ പേരുകൾ ഒന്നൊന്നായി ഉരുവിടുന്നു. ശ്രീ ആദിനാഥൻ, മത്സ്യേന്ദ്രനാഥൻ, ശാബരാനന്ദൻ, ഭൈരവൻ, ചൗരംഗീനാഥൻ, മീനനാഥൻ, ഗോരക്ഷനാഥൻ, വിരൂപാക്ഷൻ, വിലേശയൻ, മന്ദാനൻ, ഭൈരവയോഗി, സിദ്ധി, ബുദ്ധൻ, കന്തടി, കോരണ്ടകൻ, സുരാനന്ദൻ, സിദ്ധിപാദൻ, ചർപ്പടി, കാനേരി, പൂജ്യപാദൻ, നിത്യനാഥൻ, നിരഞ്ജനൻ, കപാലി, ബിന്ദുനാഥൻ, കാകചണ്ഡീശ്വരൻ, അല്ലാമൻ, പ്രഭുദേവൻ, ഘോടാചോളി, ടിണ്ടിണി, ഭാനുകി, നാരദേവൻ, ഖണ്ഡൻ, കാപാലികൻ എന്നിവർ വരെ നീളുന്ന ഈ പട്ടിക ഇവരെല്ലാം ഹഠയോഗത്തിന്റെ ശക്തിയാൽ കാലത്തിന്റെ ദണ്ഡിനെ, അതായത് മരണത്തിന്റെ നിയമത്തെ ഭേദിച്ചവരാണെന്ന് 9-ാം ശ്ലോകം പ്രഖ്യാപിക്കുന്നു. ഈ മഹാസിദ്ധന്മാർ ഇന്നും ബ്രഹ്മാണ്ടത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഗ്രന്ഥം പറയുന്നത്. ഹഠയോഗത്തിലൂടെ നേടിയ അമരത്വത്തിന് ശേഷം ആത്മാവ് വ്യക്തിത്വത്തോട് തന്നെ നിലനിൽക്കുന്നു എന്ന സ്വാത്മാരാമന്റെ വിശ്വാസമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഈ പേരുകൾ ഒരു ചരിത്രരേഖ മാത്രമല്ല, ഇതൊരു ജീവനുള്ള പരമ്പരയോടുള്ള ആദരവാണ്. ഓരോ പേരും ഓരോ ജ്ഞാനത്തിന്റെ കണ്ണിയാണ്. ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് അനുസ്യൂതം ഒഴുകിയ ജ്ഞാനത്തിന്റെ കണ്ണി. അടുത്ത ശ്ലോകത്തിൽ ഹഠയോഗം എന്താണെന്ന് ഒരു മനോഹരമായ ഉപമയിലൂടെ സ്വാത്മാരാമൻ വിവരിക്കുന്നു. अशेषतापतप्तानां समाश्रयमठो हठः अशेषयोगयुक्तानां आधारकमठो हठः. അതിരറ്റ ദുഃഖത്താൽ പീഡിതരായവർക്ക് ഹഠം ഒരു ആശ്രമമാണ്. സകല വിധത്തിലുള്ള യോഗാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഹഠയോഗം ഒരു താങ്ങായ ആമയാണ്. ഈ ഉപമ അതിസുന്ദരമാണ്. പുരാണകഥയിൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുമ്പോൾ മന്ദരപർവ്വതം ഒരു കടകോലായി ഉപയോഗിച്ചു. ആ പർവ്വതം താഴ്ന്നു പോകാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ കൂർമാവതാരമെടുത്ത് അതിനെ തൻ്റെ പുറത്ത് താങ്ങി നിർത്തി. അതുപോലെ ജീവിതത്തിന്റെ കോളിളക്കത്തിൽ സാധകന്റെ എല്ലാ പരിശ്രമങ്ങൾക്കും അടിത്തറയായി നിലകൊള്ളുന്നത് ഹഠയോഗമാണ്. ദുഃഖിതർക്ക് അഭയമായും യോഗികൾക്ക് സ്ഥിരതയുള്ള അടിസ്ഥാനമായും ഹഠയോഗം വർത്തിക്കുന്നു എന്ന ആഴമേറിയ സത്യമാണ് ഈ ശ്ലോകം വെളിപ്പെടുത്തുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയെക്കുറിച്ച് സ്വാത്മാരാമൻ മുന്നറിയിപ്പ് നൽകുന്നു. हठविद्या परम गोप्या योगिना सिद्धिमिच्छता भवेद वीर्यवती गुप्ता निर्वीर्या तू प्रकाशिता. സിദ്ധി ആഗ്രഹിക്കുന്ന യോഗികൾ ഹഠവിദ്യയെ അതീവ രഹസ്യമായി സൂക്ഷിക്കണം. രഹസ്യമായി സൂക്ഷിച്ചാൽ അത് ശക്തിയുള്ളതായിരിക്കും, വെളിപ്പെടുത്തിയാൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെടും. ഈ ശ്ലോകത്തിന്റെ അന്തരാർത്ഥം ആഴമേറിയതാണ്. ഒരു യോഗിയുടെ ലക്ഷ്യം പ്രശസ്തിയോ അംഗീകാരമോ ആയിരിക്കരുത്.
തൻ്റെ അഭ്യാസങ്ങളും നേട്ടങ്ങളും പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഒരു സാധകന്റെ ശ്രദ്ധയെ ആന്തരികമായ വളർച്ചയിൽ നിന്ന് ബാഹ്യമായ അംഗീകാരത്തിലേക്ക് വ്യതിചലിപ്പിക്കുന്നു. മൗനത്തിലും ഏകാഗ്രതയിലും സൂക്ഷിക്കുന്ന ഊർജം മാത്രമേ യഥാർത്ഥ പരിവർത്തനത്തിലേക്ക് നയിക്കൂ എന്ന ഗുരുതരമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ആത്മീയ സാധനയുടെ ലക്ഷ്യം സ്വയം അറിയലാണ്, ലോകത്തെ അറിയിക്കലല്ല. അടുത്ത ശ്ലോകത്തിൽ ഒരു ഹഠയോഗി എങ്ങനെ എവിടെ ജീവിക്കണമെന്ന് സ്വാത്മാരാമൻ വിശദമായി വിവരിക്കുന്നു. सुराज्ये धार्मिके देशे सुभिक्षे निरुपद्रवे धनुः प्रमाणपर्यन्तं शिलाग्निजलवर्जिते एकान्ते मठिका मध्ये स्थातव्यं हठयोगिना. നല്ല ഭരണവും ധർമ്മബോധവുമുള്ള നാട്ടിൽ ഭക്ഷണം സുലഭവും ഒരു ശല്യവും ഇല്ലാത്തതുമായ ഇടത്ത് 4 മുഴം ചുറ്റളവിൽ പാറയോ തീയോ വെള്ളമോ ഇല്ലാത്ത സ്ഥലത്ത് ഏകാന്തമായ ഒരു ചെറിയ കുടിലിലാണ് ഹഠയോഗി വസിക്കേണ്ടത്. ഈ ശ്ലോകം കേവലം ബാഹ്യമായ സൗകര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതല്ല, സാധനയ്ക്ക് ആവശ്യമായ പരിസ്ഥിതിയെക്കുറിച്ചാണ്. യോഗാഭ്യാസത്തിൽ വിജയിക്കാൻ ബാഹ്യമായ യാതൊരു തടസ്സവും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് സ്വാത്മാരാമൻ ഊന്നിപ്പറയുന്നു. സാമൂഹ്യമായ അസ്വസ്ഥതകൾ, പ്രകൃതിപരമായ അപകടങ്ങൾ, അരാജകത്വം ഇവയെല്ലാം സാധകന്റെ ഏകാഗ്രതയെ തകർക്കും. ബാഹ്യമായ ക്രമം ആന്തരികമായ ശാന്തിക്ക് അടിത്തറയാണ് എന്ന യോഗശാസ്ത്രത്തിന്റെ പ്രായോഗിക ജ്ഞാനമാണ് ഈ വരികളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഈ യോഗമഠത്തിന്റെ നിർമ്മാണ രീതി കൂടുതൽ വിശദമായി വിവരിക്കുന്നു. अल्पद्वारम् अरन्ध्रगर्तविवरं नात्युच्चनीचायतं सम्यक् गोमयसान्द्रलिप्तम् अमलं निःशेषजन्तूज्झितं बाह्ये मण्डपवेदिकूपरुचिरं प्राकारसंवेष्टितं प्रोक्तं योगमठस्य लक्षणमिदं सिद्धैर्हठाभ्यासिभिः. ചെറിയ ഒരു വാതിൽ മാത്രമുള്ള, മറ്റു ദ്വാരങ്ങളോ കുഴികളോ ഇല്ലാത്ത, അധികം ഉയരമോ താഴ്ചയോ ഇല്ലാത്ത, ചാണകം കൊണ്ട് നല്ലവണ്ണം മെഴുകിയ, ജീവജന്തുക്കൾ ഇല്ലാത്തതായിരിക്കണം ആ കുടിൽ. പുറത്തലങ്കരിച്ച ഒരു മണ്ഡപവും ഒരു തറയും ഒരു കിണറും ഉണ്ടായിരിക്കണം. എല്ലാം ഒരു മതിലിനാൽ ചുറ്റപ്പെട്ടത്. സിദ്ധന്മാരും ഹഠാഭ്യാസികളും ഇപ്രകാരമാണ് യോഗമഠത്തിന്റെ ലക്ഷണം വിവരിച്ചിരിക്കുന്നത്. ഇത്രയും സൂക്ഷ്മമായ വിശദാംശങ്ങൾ ഈ ശ്ലോകത്തിൽ കാണുന്നത് യാദൃച്ഛികമല്ല. ശുചിത്വവും ക്രമവും ശല്യങ്ങളില്ലായ്മയും ഒരു സാധകന്റെ ദീർഘകാല അഭ്യാസത്തിന് അനിവാര്യമാണ്. ഈ ആദർശ വിവരണം എല്ലാവർക്കും പ്രാപ്യമല്ലെങ്കിലും യോഗാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം എന്തെന്ന് സിദ്ധന്മാർ കണ്ടെത്തിയതിന്റെ സാരാംശമാണിത്. അടുത്ത ശ്ലോകത്തിൽ ഇത്തരമൊരു കുടിലിൽ വസിക്കുന്ന സാധകൻ എങ്ങനെ അഭ്യസിക്കണമെന്ന് സ്വാത്മാരാമൻ പറയുന്നു. एवं विधे मठे स्थित्वा सर्वचिन्ता विवर्जितः गुरुपदिष्ठमार्गेण योगमेव समभ्यसेत्. ഇപ്രകാരമുള്ള ഒരു കുടിലിൽ വസിച്ചുകൊണ്ട് സകല ചിന്തകളും ഉപേക്ഷിച്ച് ഗുരു ഉപദേശിച്ച മാർഗത്തിലൂടെ യോഗം മാത്രം എപ്പോഴും അഭ്യസിക്കണം. ഈ ശ്ലോകത്തിലെ ഏവ എന്ന വാക്കിനും വലിയ പ്രാധാന്യമുണ്ട്. യോഗം മാത്രം. യോഗം ജീവിതത്തിലെ ഒരു പ്രവർത്തനം മാത്രമല്ല, മറിച്ച് സാധകന്റെ ഏകാഗ്രമായ ജീവിത ലക്ഷ്യമായി മാറണമെന്നാണ് സൂചന. യോഗത്തിനല്ലാതെ മറ്റൊന്നിലും താല്പര്യം ഉണ്ടാകരുത് എന്ന് കർശനമായ അച്ചടക്കമാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഗുരു ഉപദേശിച്ച മാർഗത്തിലൂടെ മാത്രമേ അഭ്യസിക്കാവൂ എന്ന ഓർമ്മപ്പെടുത്തലും ഇവിടെ ആവർത്തിക്കുന്നു. കേവലം ഗ്രന്ഥങ്ങളിൽ നിന്ന് നേടുന്ന അറിവ് പോരാ. യോഗപദത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരു അനുഭവസമ്പന്നനായ വഴികാട്ടിയുടെ സാന്നിധ്യം ആവശ്യമാണ്. അടുത്ത ശ്ലോകത്തിൽ യോഗത്തെ നശിപ്പിക്കുന്ന 6 കാര്യങ്ങളെക്കുറിച്ച് സ്വാത്മാരാമൻ മുന്നറിയിപ്പ് നൽകുന്നു. अत्याहारः प्रयासश्च प्रजल्पो नियमाग्रहः जनसङ्गश्च लौल्यञ्च षड्भिर्योगो विनश्यति. അമിതമായ ഭക്ഷണം, അമിതമായ അധ്വാനം, അധികം സംസാരിക്കൽ, കർശനമായ വ്രതാനുഷ്ഠാനത്തിലുള്ള നിർബന്ധം, ജനങ്ങളുമായുള്ള അമിത സമ്പർക്കം, മനസ്സിന്റെ ചാഞ്ചല്യം, ഈ 6 കാര്യങ്ങളാൽ യോഗം നശിക്കുന്നു. ഈ പട്ടിക അതിശയകരമാം വിധം പ്രായോഗികമാണ്. ശരീരത്തിന്റെ അമിത ഭോഗവും അമിത ശ്രമവും ഒരുപോലെ ദോഷകരമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. സന്തുലനമാണ് സാരാംശം. അധികം സംസാരിക്കുന്നത് ഊർജം നഷ്ടപ്പെടുത്തുന്നു. അമിതമായ സാമൂഹിക സമ്പർക്കം മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നു. സ്ഥിരതയില്ലാത്ത മനസ്സ് ഏകാഗ്രത ഇല്ലാതാക്കുന്നു. സന്യാസത്തിന്റെ കാഠിന്യമല്ല, മറിച്ച് സന്തുലിതമായ ഒരു ജീവിത ശൈലിയാണ് യോഗ സാധനയ്ക്ക് ആവശ്യമെന്ന ആഴമേറിയ ഉൾക്കാഴ്ചയാണ് ഈ ശ്ലോകം നൽകുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഇതിന് നേരെ വിപരീതമായി യോഗം സഫലമാക്കുന്ന 6 ഗുണങ്ങളെക്കുറിച്ച് സ്വാത്മാരാമൻ പറയുന്നു. उत्साहात् साहसात् धैर्यात् तत्त्वज्ञानाश्च निश्चयात् जनसङ्घपरित्यागात् षड्भिर्योगः प्रसिद्ध्यति.
ഉത്സാഹം, സാഹസം, ധൈര്യം, തത്വജ്ഞാനം, നിശ്ചയദാർഢ്യം, ജനസമ്പർക്കം ഉപേക്ഷിക്കൽ, ഈ 6 ഗുണങ്ങളാൽ യോഗം സഫലമാകും. മുൻ ശ്ലോകത്തിലെ 6 ദോഷങ്ങൾക്ക് നേരെ വിപരീതമായി നിൽക്കുന്ന ഈ 6 സദ്ഗുണങ്ങൾ യോഗപഥത്തിൽ വിജയത്തിന് ആവശ്യമായ മാനസിക ശക്തിയെ വരച്ചു കാട്ടുന്നു. ആവേശത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ടു പോകാനുള്ള മനസ്സ്, ശരിയായ ജ്ഞാനത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ലക്ഷ്യത്തിലുള്ള ദൃഢനിശ്ചയം, ഇവയെല്ലാം ചേർന്നാൽ മാത്രമേ സാധന ഫലം കാണൂ. സാധനാഘട്ടത്തിൽ അധികം സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഒഴിവാക്കണം എന്ന ഉപദേശം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഏകാഗ്രത നിലനിർത്താൻ ഇത് അനിവാര്യമാണെന്ന് ഗ്രന്ഥകാരൻ കരുതുന്നു. अथ यमनियमाः अहिंसा सत्यमस्तेयं ब्रह्मचर्यं क्षमा धृतिः दयार्जवं मिताहारः शौचं चैव यमाः 10 तपः सन्तोष आस्तिक्यं दानम् ईश्वरपूजनं सिद्धान्तवाक्यश्रवणं ह्रीमती च तपोहुतं नियमाः 10 सम्प्रोक्ता योगशास्त्रविशारदैः. ഈ ശ്ലോകങ്ങളിൽ യമനിയമങ്ങളെക്കുറിച്ച് പറയുന്നു. പഴയ കയ്യെഴുത്തു പ്രതികളിലെ വ്യത്യാസം, പ്രായോഗിക പരിശീലനത്തിലുള്ള മുൻഗണന, യമനിയമങ്ങളെ അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുന്ന പാരമ്പര്യം എന്നിവ മൂലം ചില പതിപ്പുകളിൽ ഈ ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തി കാണുന്നില്ല. യമങ്ങൾ 10 എണ്ണം. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള 10 അനുഷ്ഠാനങ്ങളാണ് യമങ്ങൾ. 1. അഹിംസ, ഒരു ജീവിയെയും ദ്രോഹിക്കാതിരിക്കുക. 2. സത്യം, വാക്കും ചിന്തയും പ്രവൃത്തിയും സത്യസന്ധമാക്കുക. 3. അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക. 4. ബ്രഹ്മചര്യം, ഇന്ദ്രിയ നിഗ്രഹം പാലിക്കുക. 5. ക്ഷമ, പ്രതികാര ബുദ്ധി ഉപേക്ഷിച്ച് സഹനശക്തി വളർത്തുക. 6. ധൃതി, പ്രതിസന്ധികളിലും മനക്കരുത്ത് കൈവിടാതെ ഇരിക്കുക. 7. ദയ, എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പ കാണിക്കുക. 8. ആർജവം, മനസ്സിൻ്റെയും പ്രവൃത്തിയുടെയും ലാളിത്യം, നേരായ വഴി. 9. മിതാഹാരം, മിതമായ ആഹാരം കഴിക്കുക. 10. ശൗച്യം, ബാഹ്യവും ആന്തരികവുമായ ശുചിത്വം പാലിക്കുക. ഇനി നിയമങ്ങൾ. യോഗ സാധനയ്ക്ക് അനുയോജ്യമായ ഗുണങ്ങൾ വളർത്താനുള്ള 10 നിയമങ്ങൾ ഇവയാണ്. 1. തപസ്, ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള കഠിനാധ്വാനം. 2. സന്തോഷം, ലഭിക്കുന്നതിൽ സംതൃപ്തനായിരിക്കുക. 3. ആസ്തിക്യം, ഈശ്വരനിലും വേദങ്ങളിലും വിശ്വാസമർപ്പിക്കുക. 4. ദാനം, അർഹരായവർക്ക് സഹായം നൽകുക. 5. ഈശ്വരപൂജനം, ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുക. 6. സിദ്ധാന്ത വാക്യശ്രവണം, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെ ഉപദേശങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. 7. ഹ്രീ, തെറ്റായ കാര്യങ്ങളിൽ ലജ്ജ തോന്നുക. 8. മതി, വിവേകബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കുക. 9. ജപം, മന്ത്രങ്ങൾ ഭക്തിപൂർവം ആവർത്തിച്ചു ചൊല്ലുക. 10. ഹോമം, യാഗങ്ങൾ അല്ലെങ്കിൽ അഗ്നിഹോത്രം ചെയ്യുക. ഈ യമനിയമങ്ങൾ പാലിക്കുന്നത് യോഗസാധനയിൽ മുന്നേറുന്നതിന് അത്യാവശ്യമാണെന്ന് ഹഠയോഗ പ്രദീപിക വ്യക്തമാക്കുന്നു. ഇത്രയും വൈരാഗ്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും അടിത്തറ പാകിയ ശേഷം സ്വാത്മാരാമൻ ഇനി യോഗത്തിന്റെ ആദ്യ പ്രായോഗിക ഘടകത്തിലേക്ക് കടക്കുന്നു, ആസനം. अथ आसनं हठस्य प्रथमाङ्गत्वात् आसनं पूर्वमुच्यते कुर्यात् तदासनं स्थैर्यम् आरोग्यं चाङ्गलाघवम्. ഹഠയോഗത്തിന്റെ ആദ്യത്തെ അംഗം ആയതിനാൽ ആസനത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആസനം സ്ഥിരതയും ആരോഗ്യവും ശരീരത്തിനൊരു ലാഘവബോധവും നൽകുന്നു. ഈ ശ്ലോകത്തോടെ ഗ്രന്ഥത്തിന്റെ പ്രായോഗിക ഭാഗം ആരംഭിക്കുന്നു. ഇതുവരെ തത്വചിന്തയും അച്ചടക്കത്തിന്റെ അടിസ്ഥാനങ്ങളും വിവരിച്ച ശേഷം ശരീരത്തിലൂടെയുള്ള സാധനയിലേക്ക് സ്വാത്മാരാമൻ കടക്കുന്നു. ആസനം കേവലം ശാരീരിക വ്യായാമമല്ല, അത് സ്ഥൈര്യം അഥവാ അചഞ്ചലമായ സ്ഥിരത നൽകുന്നു, ആരോഗ്യം പ്രദാനം ചെയ്യുന്നു, ശരീരത്തിന് ഒരു ലാഘവം അഥവാ ഭാരമില്ലായ്മയുടെ അനുഭവം നൽകുന്നു. ഈ 3 ഫലങ്ങളും ചേർന്നാണ് ദീർഘനേരം സ്ഥിരമായിരുന്ന് ധ്യാനിക്കാനുള്ള ശാരീരിക ശേഷി സാധകനിൽ വളർത്തുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഈ ആസനങ്ങൾ ആരിൽ നിന്നാണ് താൻ സ്വീകരിച്ചതെന്ന് സ്വാത്മാരാമൻ പറയുന്നു. वशिष्ठाद्यैश्च मुनिभिः मत्स्येन्द्राद्यैश्च योगिभिः अङ्गीकृतान्यासनानि कथ्यन्ते कानिचित् मया.
വസിഷ്ഠനെ പോലുള്ള മുനിമാരും മത്സ്യേന്ദ്രനെ പോലുള്ള യോഗികളും അംഗീകരിച്ച ചില ആസനങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കുന്നു. ഈ ചെറിയ ശ്ലോകം വീണ്ടും പാരമ്പര്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. താൻ പുതുതായി കണ്ടുപിടിക്കുന്നതല്ല, മറിച്ച് വസിഷ്ഠമുനിയെ പോലുള്ള ഋഷിവര്യന്മാരും മത്സ്യേന്ദ്രനാഥനെ പോലുള്ള സിദ്ധയോഗികളും അഭ്യസിച്ച് അംഗീകരിച്ച ആസനങ്ങളാണ് താൻ പകർന്നു നൽകുന്നത് എന്ന് സ്വാത്മാരാമൻ വിനയപൂർവ്വം വ്യക്തമാക്കുന്നു. ഇനി ഒന്നൊന്നായി ആ ആസനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് സ്വസ്തികാസനം. जानुर्वोरन्तरे सम्यक् कृत्वा पादतले उभे ऋजुकायः समासीनः स्वस्तिकं तत् प्रचक्षते. നിലത്ത് നിവർന്നിരുന്ന് രണ്ട് പാദങ്ങളും തുടകൾക്കും മുട്ടുകൾക്കും ഇടയിലായി വിപരീത വശങ്ങളിൽ കൃത്യമായി വയ്ക്കുന്നതിനെ സ്വസ്തികാസനം എന്ന് പറയുന്നു. ഈ ആസനത്തിന്റെ പേര് തന്നെ ശുഭം എന്നർത്ഥമുള്ള സ്വസ്തി എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. നട്ടല് നിവർത്തി ശരീരം സമമായി വെച്ച് ഇരുകാലുകളും സന്തുലിതമായി ക്രമീകരിക്കുന്ന ഈ ലളിതമായ ഇരിപ്പ് ദീർഘനേരം ധ്യാനത്തിലിരിക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്ന അടിസ്ഥാന ആസനങ്ങളിലൊന്നാണ്. അടുത്തത് ഗോമുഖാസനം. सव्ये दक्षिणगुल्कं तु पृष्ठपार्श्वे नियोजयेत् दक्षिणेऽपि तथा सव्यं गोमुखं गोमुखाकृतिः. വലത് കണങ്കാൽ ഇടതിടുപ്പിന്റെ പുറകുവശത്തും അതുപോലെ ഇടത് കണങ്കാൽ വലതിടുപ്പിന്റെ പുറകുവശത്തും വെച്ചാൽ പശുവിന്റെ മുഖത്തിന്റെ ആകൃതി അനുകരിക്കുന്ന ഗോമുഖാസനം ഉണ്ടാകുന്നു. ഗോമുഖം എന്നാൽ പശുവിന്റെ മുഖം എന്നാണ് അർത്ഥം. കാലുകൾ ഇടകലർത്തി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രികോണാകൃതി പശുവിന്റെ മുഖത്തിന്റെ രൂപത്തെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പേര്. ശരീരത്തിന്റെ ഇരുവശങ്ങളെ സന്തുലിതമാക്കുന്ന ഈ ആസനം ഇടുപ്പിനും ഇടുപ്പിനുള്ളിലെ സന്ധികൾക്കും ഈടും വഴക്കവും നൽകുന്നു. അടുത്തത് വീരാസനം. एकं पादं तथा एकस्मिन् विन्यसे दुरुणि स्थिरम् इतरस्मिन् तथा चौरु वीरासनमिति ऋतम्. ഒരു കാൽപാദം എതിർവശത്തെ തുടയിൽ ഉറപ്പിച്ചു വെച്ച് മറ്റേ കാൽ അതേ രീതിയിൽ എതിർതുടയിൽ വയ്ക്കുന്നതാണ് വീരാസനം എന്ന് പറയപ്പെടുന്നത്. വീരൻ എന്ന വാക്കു സൂചിപ്പിക്കുന്നത് ധൈര്യവും ശക്തിയുമുള്ള ഒരു യോദ്ധാവിന്റെ സ്ഥിരതയാർന്ന നിലയാണ്. ഈ ആസനത്തിലെ ദൃഢമായ ഇരിപ്പ് മനസ്സിന്റെ ഉറപ്പിനെയും ശരീരത്തിന്റെ അചഞ്ചലതയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു യോദ്ധാവിന്റെ അതേ ദൃഢനിശ്ചയത്തോടെ സാധകൻ തന്റെ സാധനയിൽ ഉറച്ചു നിൽക്കണം എന്ന സൂചനയും ഇതിലുണ്ട്. അടുത്തത് കൂർമാസനം. गुदं निरुध्य गुल्फाभ्यां व्युत्क्रमेण समाहितः കൂർമാസനം ഭവേദേതദ് ഇതി യോഗവിദോ വിദുഃ. രണ്ട് കണങ്കാലുകൾ കൊണ്ട് ഗുദഭാഗം അമർത്തിപ്പിടിച്ച് കാലുകൾ എതിർദിശയിലാക്കി സന്തുലിതമായി ഇരിക്കുന്നതാണ് കൂർമാസനം എന്ന് യോഗജ്ഞന്മാർ പറയുന്നു. ആമ അഥവാ കൂർമ്മത്തിന്റെ പേരിലുള്ള ഈ ആസനം മുൻപ് 10ാം ശ്ലോകത്തിൽ പരാമർശിച്ച താങ്ങായ ആമയുടെ പ്രതീകാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആമ തന്റെ ശരീരത്തിനുള്ളിലേക്ക് ചുരുങ്ങുന്നത് പോലെ ഈ ആസനത്തിൽ സാധകൻ തന്റെ ഊർജത്തെ ഉള്ളിലേക്ക് സംഭരിക്കുന്നു. ബാഹ്യലോകത്ത് നിന്ന് അകന്ന് സ്ഥിരതയിലേക്ക് ഉൾവലിയുന്നു. അടുത്തത് കുക്കുടാസനം. പദ്മാസനം തു സംസ്ഥാപ്യ ജാനൂർവോരന്തരേ കരൗ നിവേശ്യ ഭൂമൗ സംസ്ഥാപ്യ വ്യോമസ്ഥം കുക്കുടാസനം. പദ്മാസനത്തിൽ ഇരുന്ന ശേഷം കൈകൾ തുടയ്ക്കും കാൽമുട്ടിനും ഇടയിലൂടെ കടത്തി നിലത്തുറപ്പിച്ചു വച്ച് ശരീരത്തെ ആകാശത്തിലേക്ക് ഉയർത്തുന്നതാണ് കുക്കുടാസനം. കുക്കുടം എന്നാൽ കോഴി എന്നാണ് അർത്ഥം. നിലത്തുനിന്ന് ശരീരത്തെ ഉയർത്തി നിർത്തുന്ന ഈ ആസനത്തിന്റെ രൂപം കോഴിയുടെ നിവർന്ന നിൽപ്പിനെ അനുസ്മരിപ്പിക്കുന്നു. ബലവും സന്തുലനവും ഒരുപോലെ ആവശ്യമായ ഈ ആസനം ശരീരത്തിന്റെ കേന്ദ്ര ശക്തിയെ ദൃഢപ്പെടുത്തുന്നു. അടുത്തത് ഉത്ഥാന കൂർമാസനം. കുക്കുടാസന ബന്ധസ്ഥോ ദൂർഭ്യാം സംബധ്യ കന്ധരാം ഭവേത് കൂർമവദുത്താന ഏതദുത്താന കൂർമകം. കുക്കുടാസനത്തിന്റെ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് കൈകൾ കൊണ്ട് കഴുത്തിനെ ചുറ്റിപ്പിടിച്ച് മലർന്നു കിടന്ന് ആമയുടെ രൂപം സ്വീകരിക്കുന്നതാണ് ഉത്ഥാന കൂർമാസനം. മുൻപത്തെ കുക്കുടാസനത്തിന്റെ തുടർച്ചയായി വരുന്ന ഈ ആസനം കുക്കുടത്തിന്റെ ബലത്തെയും കൂർമ്മത്തിന്റെ ഉൾവലിയലിനെയും ഒരുമിച്ച് സമന്വയിപ്പിക്കുന്നു. രണ്ട് ജീവികളുടെ പ്രതീകാത്മകതയും ഒരു ആസനത്തിൽ കൂടിച്ചേരുന്ന ഈ വിദ്യ ഹഠയോഗ ആസനങ്ങളുടെ സൂക്ഷ്മവും ക്രമാനുഗതവുമായ നിർമ്മാണ രീതി വെളിപ്പെടുത്തുന്നു. ഇനി ധനുരാസനം. പാദാംഗുഷ്ഠൗ തു പാണിഭ്യാം ഗൃഹീത്വാ ശ്രവണാവധി ധനുരാകർഷണം കുര്യാദ് ധനുരാസനമുച്യത്തെ.
രണ്ട് കാൽ പെരുവിരലുകൾ കൈകൊണ്ട് പിടിച്ച് കാതുകൾ വരെ പിറകോട്ട് വലിച്ച് വില്ലു കുലയ്ക്കുന്നത് പോലുള്ള ആകൃതി സ്വീകരിക്കുന്നതാണ് ധനുരാസനം. ധനുസ് എന്നാൽ വില്ല് എന്നാണ് അർത്ഥം. ശരീരം ഒരു കുലച്ച വില്ലിന്റെ ആകൃതി പ്രാപിക്കുന്ന ഈ ആസനം നട്ടലിനെ പൂർണ്ണമായി പിന്നിലേക്ക് വളയ്ക്കുന്നു. ശക്തിയും വഴക്കവും ഒരുപോലെ ആവശ്യമാണ് ഈ ആസനത്തിന്. അടുത്തത് മത്സ്യേന്ദ്രാസനം. വാമോരു മൂലാർപ്പിത ദക്ഷപാദം ജാനോർ ബഹിർവേഷ്ഠിത വാമപാദം പ്രഗൃഹ്യ തിഷ്ഠേത് പരിവർത്തിതാംഗഃ ശ്രീമത്സ്യനാഥോദിതമാസനം സ്യാത്. വലതുകാൽ ഇടതു തുടയുടെ ചുവട്ടിൽ വച്ച് ഇടതുകാൽ വലതു കാൽമുട്ടിനെ ചുറ്റി വളച്ച് ഇരു കൈകൾ കൊണ്ട് കാലുകൾ ബലമായി പിടിച്ച് ശരീരത്തെ ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായും തിരിച്ചു നിൽക്കുന്ന ഈ ആസനമാണ് ശ്രീ മത്സ്യേന്ദ്രനാഥൻ ഉപദേശിച്ച മത്സ്യേന്ദ്രാസനം. ഇവിടെ ശരീരത്തിന്റെ തിരിച്ചിൽ കേവലം ഒരു വ്യായാമമല്ല, അത് ഉള്ളിലേക്കുള്ള ഒരു തിരിച്ചിലിന്റെ പ്രതീകമാണ്. പുറം ലോകത്തു നിന്ന് ശരീരത്തെ അകത്തേക്ക് വളച്ച് ജീവശക്തിയെ സ്വന്തം കേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു ക്രിയ. മത്സ്യേന്ദ്രനാഥൻ എന്ന സിദ്ധപുരുഷന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ആസനം ഹഠയോഗ പാരമ്പര്യത്തിന്റെ ഏറ്റവും ആദരണീയമായ അടിസ്ഥാന ശിലകളിലൊന്നാണ്. അടുത്ത ശ്ലോകത്തിൽ ഈ ആസനത്തിന്റെ ഫലം എന്താണെന്ന് സ്വാത്മാരാമൻ വിശദീകരിക്കുന്നു. മത്സ്യേന്ദ്രപീഠം ജഠരപ്രദീപ്തിം പ്രചണ്ഡരുഗ്മമണ്ഡലഖണ്ഡനാസ്ത്രം അഭ്യാസതഃ കുണ്ഡലിനി പ്രബോധം ചന്ദ്രസ്ഥിരത്വം ച ദദാതി പുംസാം. ഈ മത്സ്യേന്ദ്രാസനത്തിന്റെ നിരന്തരമായ അഭ്യാസം ജഠരാഗ്നിയെ ജ്വലിപ്പിക്കുന്നു. ഭയങ്കരമായ രോഗസമൂഹങ്ങളെ നശിപ്പിക്കുന്ന ഒരു ആയുധം പോലെ പ്രവർത്തിക്കുന്നു. കൂടാതെ കുണ്ടലിനിയെ ഉണർത്തുകയും ചന്ദ്രന്റെ സ്ഥിരത നിലനിർത്തുകയും ചെയ്യുന്നു. ഇവിടെ ചന്ദ്രൻ എന്നത് അണ്ണാക്കിന്റെ മൂലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ നിന്ന് നിരന്തരം അമൃതമൊഴുകി നാഭിയിലെ സൂര്യൻ അതിനെ വലിച്ചെടുക്കുന്നു എന്നാണ് സങ്കല്പം. ഈ ആസനത്തിന്റെ അഭ്യാസം ആ അമൃതിന്റെ നഷ്ടത്തെ തടയുന്നു. അതായത് ശരീരത്തിന്റെ ജീവശക്തി വ്യർത്ഥമായി നഷ്ടപ്പെടാതെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. കുണ്ടലിനിയുടെ ഉണർവും ഈ ജീവശക്തിയുടെ സംരക്ഷണവും തമ്മിലുള്ള ബന്ധം ഹഠയോഗയുടെ ആന്തരിക രഹസ്യങ്ങളിൽ ഒന്നാണ്. ഇനി മറ്റൊരു പ്രധാന ആസനത്തിലേക്ക് സ്വാത്മാരാമൻ നമ്മെ കൊണ്ടുപോകുന്നു. പ്രസാര്യ പാദൗ ഭുവി ദണ്ഡരൂപൗ ദോർഭ്യാം പദാഗ്രദ്വിതയം ഗൃഹീത്വാ ജാനൂപരിന്യസ്തരലാട്ടദേശോ വസേദിദം പശ്ചിമതാനമാഹുഃ. രണ്ട് കാലുകളും തറയിൽ ഒരു വടി പോലെ നീട്ടിവെച്ച് ഇരു കൈകൾ കൊണ്ടും കാൽ പെരുവിരലുകളിൽ പിടിച്ച് നെറ്റി കാൽമുട്ടുകളിൽ വെച്ചിരിക്കുന്ന ഈ ആസനത്തെ പശ്ചിമതാനം എന്ന് വിളിക്കുന്നു. ശരീരത്തിന്റെ പിൻഭാഗം മുഴുവൻ നീട്ടിവലിയുന്ന ഈ ആസനം കേവലം ഒരു ശാരീരിക നീട്ടലല്ല, അത് ശരീരത്തിന്റെ പിൻവശത്തിലൂടെ ജീവശക്തിയുടെ ഒഴുക്കിനെ ഉണർത്തുന്ന ഒരു പ്രക്രിയയാണ്. നെറ്റിമുട്ടിൽ സ്പർശിക്കുമ്പോൾ ശരീരവും മനസ്സും ഒരേ ദിശയിൽ ഒതുങ്ങുന്നു, ഒരു ഏകാഗ്രതയിലേക്ക്, ഒരു നിശബ്ദതയിലേക്ക്. ഈ ആസനത്തിന്റെ ഫലം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ വ്യക്തമാക്കുന്നു. ഇതി പശ്ചിമതാനമാസനാഗ്ര്യം പവനം പശ്ചിമവാഹിനം കരോതി ഉദയം ജഠരാനലസ്യ കുര്യാത് ഉദരേ കാർശ്യമരോഗതാം ച പുംസാം. ഈ പശ്ചിമദാനം ആസനങ്ങളിൽ അഗ്രഗണ്യമായത്. പവനത്തെ ശരീരത്തിന്റെ പിൻഭാഗത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നു, ജഠരാഗ്നിയെ ഉണർത്തുന്നു, ഉദരത്തിന് കൃശ്യത നൽകുന്നു, കൂടാതെ അഭ്യാസിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. ഇവിടെ പറയുന്ന പവനം പ്രാണന്റെ തന്നെ ഒരു പര്യായ പദമാണ്. ശരീരത്തിന്റെ പിൻഭാഗത്തിലൂടെ മുകളിലേക്ക് ഉയരുന്നതായി അനുഭവപ്പെടുന്ന ഒരു സൂക്ഷ്മ സ്പന്ദനത്തിന്റെ അനുഭവം. ശരീരത്തിന്റെ ബാഹ്യമായ ആരോഗ്യത്തെയും ആന്തരികമായ ഊർജ സഞ്ചാരത്തെയും ഒരേ സമയം ബന്ധിക്കുന്ന ഒരു ദർശനമാണ് ഈ ശ്ലോകം നൽകുന്നത്. ഇനി മറ്റൊരു ശക്തിയേറിയ ആസനത്തിലേക്ക് നമുക്ക് കടക്കാം. മയൂരാസനം. ധരാമവഷ്ടഭ്യ കരദ്വയേന തത്കൂർപ്പരസ്ഥാപിതനാഭിപാർശ്വഃ ഉച്ചാസനോ ദണ്ഡവദുത്ഥിതഃ ഖേ മായൂരമേതത് പ്രവദന്തി പീഠം. രണ്ട് കൈപ്പത്തികളും കൊണ്ട് നിലം അമർത്തിപ്പിടിച്ച് മുട്ടുകൾ നാഭിയുടെ ഇരുവശങ്ങളിലും ഊന്നി ശരീരത്തെ ഒരു വടി പോലെ ആകാശത്തേക്ക് നിവർത്തി നിർത്തുന്ന ഈ ആസനത്തെ മയൂരാസനം എന്ന് വിളിക്കുന്നു. ഇവിടെ ശരീരം പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് ഉയർന്ന് കൈകളുടെ ബലത്തിൽ മാത്രം നിലകൊള്ളുന്നു. ഇത് ശരീരത്തിന്റെ കേന്ദ്രത്തിലുള്ള ബലത്തെയും സന്തുലനത്തെയും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന ഒരു ആസനമാണ്. ബാഹ്യമായ കരുത്തിനെയും ആന്തരികമായ സ്ഥിരതയും ഒരേ നിമിഷത്തിൽ പരീക്ഷിക്കുന്ന ഒരു അഭ്യാസം. ഈ ആസനത്തിന് ഗുണങ്ങൾ എന്താണെന്ന് അടുത്ത ശ്ലോകം വിവരിക്കുന്നു. ഹരതി സകല രോഗാനാശു ഗുൽമോദരാദീൻ
अभिभवति च दोषानासनं श्रीमयूरम् बहुकदशनभुक्तं भस्म कुर्यादशेषं जनयति जठराग्निं जारयेत् कालकूटम्. ഈ ശ്രീ മയൂരാസനം സകല രോഗങ്ങളെയും ത്വരിതമായി ഇല്ലാതാക്കുന്നു. ഗുൽമം, ഉദരരോഗങ്ങൾ എന്നിവയെ ജയിക്കുന്നു. ദോഷങ്ങളെ കീഴടക്കുന്നു. അധികമായി കഴിച്ച മോശം ആഹാരത്തെ പോലും പൂർണ്ണമായി ദഹിപ്പിക്കുന്നു. ജഠരാഗ്നിയെ ജ്വലിപ്പിക്കുന്നു. വിഷത്തെപ്പോലും ദഹിപ്പിക്കാൻ ശക്തി നൽകുന്നു. ഈ ശ്ലോകം ഹഠയോഗിയുടെ ഒരു ആഴമേറിയ ദർശനം വെളിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ ആന്തരികാഗ്നി ബലപ്പെടുമ്പോൾ അത് കേവലം ആഹാരത്തെ മാത്രമല്ല, ജീവിതത്തിലെ പ്രതികൂലതകളെയും ദഹിപ്പിക്കാൻ പ്രാപ്തമാകുന്നു എന്നതാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ചെറിയ ദോഷങ്ങൾ പോലും ബാധിക്കാതെ പോകും. ഇനി തികച്ചും വ്യത്യസ്തമായ ഒരു ആസനത്തിലേക്ക്, ശവാസനത്തിലേക്ക് സ്വാത്മാരാമൻ നമ്മെ നയിക്കുന്നു. उत्तानं शववद्भूमौ शयनं तच्छवासनं शवासनं श्रान्तिहरं चित्तविश्रान्तिकारकम्. ശരീരത്തെ ഒരു ശവം പോലെ മലർന്ന് നിലത്ത് കിടക്കുന്നതാണ് ശവാസനം. ഈ ശവാസനം ക്ഷീണത്തെ അകറ്റുകയും മനസ്സിന് പൂർണ്ണമായ വിശ്രമം നൽകുകയും ചെയ്യുന്നു. എത്ര ലളിതമായ ഒരു ആസനമാണിത്, എന്നാൽ എത്ര ആഴമേറിയൊരു പാഠവും. ശരീരത്തെ ഒരു ശവം പോലെ സങ്കല്പിക്കുക എന്നത് അഹങ്കാരത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പൂർണ്ണമായ ഉപേക്ഷയാണ്. ചലനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ശേഷം പൂർണ്ണമായ നിശ്ചലതയിലേക്ക് വരുമ്പോൾ മാത്രമേ ശരീരവും മനസ്സും യഥാർത്ഥ വിശ്രമം അനുഭവിക്കൂ. ഇത്രയും ആസനങ്ങൾ വിവരിച്ചതിന് ശേഷം സ്വാത്മാരാമൻ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. चतुरशीत्यासनानि शिवेन कथितानि च तेभ्यश्चतुष्कमादाय सारभूतं ब्रवीम्यहम्. 84 ആസനങ്ങൾ ശിവഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും സാരവത്തായ 4 ഞാൻ ഇവിടെ വിവരിക്കുന്നു. ഇവിടെ 84 എന്ന സംഖ്യ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട ഒന്നല്ല. അത് അസംഖ്യം എന്നതിൻ്റെ പ്രതീകമായി പരമ്പരാഗതമായി ഉപയോഗിക്കപ്പെടുന്നു. എത്ര ആസനങ്ങൾ ഉണ്ടെങ്കിലും സ്വാത്മാരാമൻ പഠിപ്പിക്കുന്നത് സാരാംശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. അനാവശ്യമായ വൈവിധ്യത്തിലല്ല, ആഴത്തിലുള്ള അഭ്യാസത്തിലാണ് സിദ്ധി കുടികൊള്ളുന്നത്. ആ 4 പ്രധാന ആസനങ്ങൾ ഏതൊക്കെയാണെന്ന് അടുത്ത ശ്ലോകത്തിൽ അറിയാം. सिद्धं पद्मं तथा सिंहं भद्रं वेति चतुष्टयं श्रेष्ठं तत्रापि च सुखे तिष्ठेत् सिद्धासने सदा. സിദ്ധം, പദ്മം, സിംഹം, ഭദ്രം ഇവയാണ് ആ 4 ആസനങ്ങൾ. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സിദ്ധാസനമാണ്. അതിലെപ്പോഴും സുഖമായിരിക്കണം. ഇവിടെ സ്വാത്മാരാമൻ ഒരു മുൻഗണനാക്രമം സ്ഥാപിക്കുകയാണ്. അസംഖ്യം ആസനങ്ങൾക്കിടയിൽ നിന്ന് 4 തിരഞ്ഞെടുത്ത് ആ 4 നിന്ന് ഒന്നിനെ, സിദ്ധാസനത്തെ അഗ്രഗണ്യമാക്കി ഉയർത്തുന്നു. ഇത് ഹഠയോഗിയുടെ പ്രായോഗിക ജ്ഞാനത്തിന്റെ ഒരു അടയാളമാണ്. ലാളിത്യത്തിലും സ്ഥിരതയിലുമാണ് ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. ഈ സിദ്ധാസനം എങ്ങനെ അഭ്യസിക്കണമെന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദമായി പറയുന്നു. अथ सिद्धासनं योनिस्थानकमङ्घ्रिमूलघटितं कृत्वा दृढं विन्यसेत् मेण्ढ्रे पादमथैकमेव हृदये कृत्वा हनुं सुस्थिरम् स्थाणुः संयमितेन्द्रियो अचलदृशा पश्येत् भ्रुवोरन्तरम् हेतन्मोक्षकपाटभेदजनकं सिद्धासनं प्रोच्यते. ഒരു കാൽപാദം ഗുദദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിലുള്ള സ്ഥാനത്ത് ബലമായി വെച്ച്, മറ്റേ കാൽപാദം ജനനേന്ദ്രിയത്തിന് മുകളിൽ വെച്ച്, താടി നെഞ്ചിൽ ബലമായി ഉറപ്പിച്ച്, ശരീരം ഒരു തൂണ് പോലെ നിശ്ചലമാക്കി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, കണ്ണുകൾ ചലിക്കാതെ പുരികങ്ങൾക്ക് നടുവിൽ നോക്കുന്നതാണ് സിദ്ധാസനം. ഇത് മോക്ഷത്തിന്റെ വാതിൽ തുറക്കുന്ന ആസനമാണ്. ഈ ശ്ലോകം സിദ്ധാസനത്തെ കേവലം ഒരു ഇരിപ്പ് രീതിയായി മാത്രമല്ല അവതരിപ്പിക്കുന്നത്. ശരീരത്തിന്റെ നിശ്ചലതയും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണവും ദൃഷ്ടിയുടെ ഏകാഗ്രതയും ഒരുമിച്ച് ചേരുമ്പോൾ അത് മോക്ഷത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒരു താക്കോലായി മാറുന്നു. ശരീരം സ്ഥിരമാകുമ്പോൾ മാത്രമേ മനസ്സിന് ആ ആന്തരിക വാതിലിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. സിദ്ധാസനത്തിന് വേറൊരു അഭിപ്രായം കൂടിയുണ്ടെന്ന് സ്വാത്മാരാമൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. मेण्ढ्रादुपरि विन्यस्य सव्यं गुल्फं तथोपरि ഗുൽഫാന്തരം ച നിക്ഷിപ്യ സിദ്ധാസനമിദം ഭവേത്. മറ്റൊരു അഭിപ്രായ പ്രകാരം ഇടതു കണങ്കാൽ ജനനേന്ദ്രിയത്തിന് മുകളിൽ വെച്ച് അതിനു മുകളിൽ വലതു കണങ്കാൽ വയ്ക്കുന്നതും സിദ്ധാസനമാണ്. ഒരേ ആസനത്തിന് ഒന്നിലധികം പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നു എന്നത് ഹഠയോഗിയുടെ ജീവസുറ്റ വൈവിധ്യത്തെ കാണിക്കുന്നു. ഇത് ആദ്യം പറഞ്ഞ രീതി മത്സ്യേന്ദ്രന്റെ പാരമ്പര്യമാണ്. രണ്ടാമത്തേത് മറ്റു സിദ്ധന്മാരുടെ അഭിപ്രായമാണെന്ന് സ്വാത്മാരാമൻ വ്യക്തമാക്കുന്നു. ലക്ഷ്യം ഒന്നു തന്നെ, ശരീരത്തിന്റെ പൂർണ്ണമായ സ്ഥിരതയും ആന്തരിക ഏകാഗ്രതയും.
ഈ ആസനത്തിന് പല പേരുകളും ഉണ്ടെന്ന് അടുത്ത ശ്ലോകത്തിൽ അറിയാം. एतत् सिद्धासनं प्राहुर अन्ये वज्रासनं विदुः मुक्तासनं वदन्तेके प्राहुर गुप्तासनं परे. ഇതിനെ ചിലർ സിദ്ധാസനം എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ വജ്രാസനം എന്ന് പറയുന്നു. ചിലർ ഇതിനെ മുക്താസനം എന്നും മറ്റുള്ളവർ ഗുപ്താസനം എന്നും വിളിക്കുന്നു. ഒരേ അഭ്യാസത്തിന് പല പേരുകൾ ഉണ്ടാകുന്നത് വ്യത്യസ്ത യോഗ പാരമ്പര്യങ്ങൾ ഈ ആസനത്തിന് നൽകിയ പ്രാധാന്യത്തെ കാണിക്കുന്നു. പേരുകൾ പലതായാലും അതിൻ്റെ ആന്തരിക ലക്ഷ്യം ഒന്ന് തന്നെ: ശരീരത്തെ സ്ഥിരപ്പെടുത്തി മനസ്സിനെ മോക്ഷത്തിന്റെ വാതിലിലേക്ക് നയിക്കുക. ഈ ആസനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ ഉപമിച്ച് പറയുന്നു. यमेष्विव मिताहारम् अहिंसा नियमेष्विव मुख्यं सर्वासनेष्वेकं सिद्धाः सिद्धासनं विदुः. യമങ്ങളിൽ മിതാഹാരം പോലെയും നിയമങ്ങളിൽ അഹിംസ പോലെയും സകല ആസനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ധാസനമാണ് എന്ന് സിദ്ധന്മാർ പറയുന്നു. ഈ ഉപമ വളരെ അർത്ഥവത്താണ്. യമനിയമങ്ങളുടെ ഇടയിൽ മിതാഹാരവും അഹിംസയും എത്രത്തോളം അടിസ്ഥാനപരമാണോ അത്രത്തോളം അടിസ്ഥാനപരമാണ് ആസനങ്ങളുടെ ഇടയിൽ സിദ്ധാസനം. ഒരു അടിത്തറ ബലമായാൽ അതിനു മുകളിൽ പണിയുന്ന എല്ലാം സുസ്ഥിരമാകും. അതാണ് ഈ താരതമ്യത്തിന്റെ അഗാധമായ അർത്ഥം. സിദ്ധാസനത്തിന്റെ ശുദ്ധീകരണ ശക്തിയെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. चतुराशीतिपीठेषु सिद्धमेव सदाभ्यसेत् द्वासप्ततिसहस्राणां नाडीनां मलशोधनम्. 84 ആസനങ്ങളിൽ സിദ്ധാസനം മാത്രം എപ്പോഴും അഭ്യസിക്കണം. കാരണം അത് 72,000 നാഡികളെ ശുദ്ധീകരിക്കുന്നു. ശരീരത്തിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന അസംഖ്യം സൂക്ഷ്മചാലുകളാണ് നാഡികൾ. ഭക്ഷണവും ജീവശക്തിയും ചലിക്കുന്ന വഴികൾ. ഈ നാഡികളെല്ലാം ശുദ്ധമാകുമ്പോൾ ശരീരവും മനസ്സും ഒരു പുതിയ തെളിച്ചത്തിലേക്ക് ഉണരുന്നു. ഒരൊറ്റ ആസനത്തിന് ശരീരത്തിന്റെ ഇത്ര ആഴത്തിലുള്ള ശുദ്ധീകരണം സാധ്യമാക്കാൻ കഴിയും എന്നതാണ് സിദ്ധാസനത്തിന്റെ മഹത്വം. ഈ ആസനത്തിന്റെ ദീർഘകാല അഭ്യാസത്തിന്റെ ഫലം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ കാണാം. आत्मध्यायी मिताहारी यावद्12 सदा सिद्धासनाभ्यासात् योगी निष्पत्तिमाप्नुयात्. ആത്മാവിനെ ധ്യാനിക്കുന്ന, മിതമായ ആഹാരം കഴിക്കുന്ന ഒരു യോഗി 12 വർഷം തുടർച്ചയായി സിദ്ധാസനം അഭ്യസിച്ചാൽ യോഗത്തിന്റെ പൂർണ്ണത കൈവരിക്കും. സിദ്ധാസനം സിദ്ധിച്ചാൽ മറ്റനേകം ആസനങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഈ ശ്ലോകം അഭ്യാസത്തിന്റെ ആഴത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വൈവിധ്യമല്ല, തുടർച്ചയാണ് സിദ്ധിയിലേക്കുള്ള വഴി. ഒരു ആസനത്തിൽ ഒരച്ചടക്കത്തിൽ വർഷങ്ങളോളം സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു യോഗിക്ക് മറ്റെല്ലാ ആസനങ്ങളും തേടിപ്പോകേണ്ട ആവശ്യമില്ല എന്ന ആഴമേറിയ ഉപദേശമാണിത്. ഈ അഭ്യാസത്തിന്റെ സൂക്ഷ്മമായ ഒരു ഫലം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. किमन्यैर्बहुभिपीठैः सिद्धे सिद्धासने सति प्राणानिले सावधाने बद्धे केवलकुम्भके उत्पद्यते निरायासात् स्वयमेवोन्मनिकला. പ്രാണവായുവിനെ ജാഗ്രതയോട് നിയന്ത്രിച്ച് കേവല കുംഭകം സ്ഥാപിക്കപ്പെടുമ്പോൾ ഉന്മനി എന്ന അവസ്ഥ സ്വാഭാവികമായി യാതൊരു പ്രയത്നവുമില്ലാതെ ഉദിക്കുന്നു. ശ്വാസത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം കേവല കുംഭകം കൈവരുമ്പോൾ മനസ്സ് സ്വാഭാവികമായ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് ഉയരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നിർബന്ധിച്ച് നേടേണ്ട ഒന്നല്ല, മറിച്ച് ശരിയായ അഭ്യാസത്തിലൂടെ സ്വയമേവ ഉദിക്കുന്ന ഒരു ആന്തരിക ഉണർവാണ്. സിദ്ധാസനത്തിന്റെ കൂടുതൽ അഗാധമായ ഒരു ഫലം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. तथैकास्मिन्नेव दृष्टे सिद्धे सिद्धासने सति बन्धत्रयमनायासात् स्वयमेवोपजायते. അതുപോലെ സിദ്ധാസനത്തിൽ ബലമായി സ്ഥിരമായിരിക്കുന്നതിലൂടെ 3 ബന്ധങ്ങൾ യാതൊരു പ്രയത്നവുമില്ലാതെ സ്വാഭാവികമായി ഉളവാകുന്നു. ഒരൊറ്റ ആസനത്തിന്റെ സ്ഥിരതയിൽ നിന്ന് ശരീരത്തിന്റെ ആന്തരികമായ 3 നിയന്ത്രണങ്ങൾ തനിയെ രൂപപ്പെടുന്നു എന്നത് സിദ്ധാസനത്തിന്റെ അപാരമായ ശക്തിയെ കാണിക്കുന്നു. ബലപ്രയോഗമല്ല, മറിച്ച് സ്ഥിരതയും സമർപ്പണവുമാണ് ഈ ആന്തരിക പ്രക്രിയകളെ സ്വാഭാവികമായി ഉണർത്തുന്നത്. സിദ്ധാസനത്തിന്റെ അതുല്യതയെക്കുറിച്ച് സ്വാത്മാരാമൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. नासनं सिद्धसदृशं न कुम्भः केवलोपमः न खेचरी समामुद्रा न नादसदृशो लयः. സിദ്ധാസനത്തിന് സമാനമായ ആസനമില്ല, കേവല കുംഭകത്തിന് സമാനമായ കുംഭകമില്ല, ഖേചരി മുദ്രയ്ക്ക് സമാനമായ മുദ്രയില്ല, നാദത്തിൽ ലയിക്കുന്നതിന് സമാനമായ ലയവുമില്ല. ഈ ശ്ലോകം 4 പരമോന്നത അഭ്യാസങ്ങളെ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു. ആസനങ്ങളിൽ സിദ്ധാസനവും, ശ്വാസ നിയന്ത്രണത്തിൽ കേവല കുംഭകവും,
മുദ്രകളിൽ ഖേചരിയും ലയത്തിൽ നാദലയവും അതുല്യമാണെന്ന്. ഹഠയോഗയുടെ ഈ 4 ശിഖരങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ സാധകന്റെ യാത്ര പൂർണ്ണതയിലേക്ക് അടുക്കുന്നു. ഇനി മറ്റൊരു മഹത്തായ ആസനത്തിലേക്ക്, പദ്മാസനത്തിലേക്ക് സ്വാത്മാരാമൻ നമ്മെ നയിക്കുന്നു. അഥ പദ്മാസനം. വാമോരൂപരി ദക്ഷിണം ച ചരണം സംസ്ഥാപ്യ വാമം തഥാ ദക്ഷോരൂപരി പശ്ചിമേന വിധിനാ ധൃത്വാ കരാഭ്യാം ദൃഢം അംഗുഷ്ഠൗ ഹൃദയേ നിധായ ചിബുകം നാസാഗ്രമാലോകയേത് ഏതദ്വ്യാധിവിനാശകാരി യമിനാം പദ്മാസനം പ്രോച്യത്തെ. വലതുകാൽ ഇടതു തുടയിലും ഇടതുകാൽ വലതു തുടയിലും വച്ച് കൈകൾ പുറകിലൂടെ കൊണ്ടുവന്ന് പെരുവിരലുകൾ ബലമായി പിടിച്ച് താടി നെഞ്ചിൽ വച്ച് മൂക്കിന്റെ അഗ്രത്തിലേക്ക് നോക്കുന്നതാണ് യോഗികളുടെ രോഗങ്ങളെ നശിപ്പിക്കുന്ന പദ്മാസനം. ഈ ആസനത്തിന്റെ സവിശേഷത അതിന്റെ സമ്പൂർണമായ അച്ചടക്കമാണ്. കൈകാലുകൾ പരസ്പരം ബന്ധിച്ച് ശരീരം ഒരു കമലം പോലെ ഒതുങ്ങുമ്പോൾ ജീവശക്തി പുറത്തേക്ക് ഒഴുകാതെ ഉള്ളിലേക്ക് തന്നെ ചുരുളുന്നു. അതുകൊണ്ടാണ് ഈ ആസനത്തിന് രോഗനാശക ശക്തി കൽപ്പിക്കപ്പെടുന്നത്. പദ്മാസനത്തിന് മറ്റൊരു അഭ്യാസ രീതി കൂടിയുണ്ടെന്ന് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഉത്താനൗ ചരണൗ കൃത്വാ ഊരു സംസ്ഥൗ പ്രയത്നതഃ ഊരു മധ്യേ തഥോത്താനൗ പാണീ കൃത്വാ തതോ ദൃശൗ നാസാഗ്രേ വിന്യസേത് രാജദന്തമൂലേ തു ജിഹ്വയാ ഉത്തംഭ്യ ചിബുകം വക്ഷസി ഉത്ഥാപ്യ പവനം ശനൈഃ. മറ്റൊരു അഭിപ്രായ പ്രകാരം കാലുകൾ മേലേക്ക് തിരിച്ച് തുടകളിൽ ബലമായി വെച്ച് കൈപ്പത്തികൾ മേലേക്ക് തിരിച്ച് തുടകൾക്കിടയിൽ വെച്ച് ദൃഷ്ടി മൂക്കിന്റെ അഗ്രത്തിൽ ഉറപ്പിച്ച് നാവ് മേൽപ്പല്ലുകളുടെ മൂലത്തിൽ അമർത്തി താടി നെഞ്ചിൽ ഉറപ്പിച്ച് പ്രാണനെ പതുക്കെ ഉയർത്തുന്നു. ഈ വകഭേദം പദ്മാസനത്തിന്റെ ബാഹ്യമായ രൂപത്തിനപ്പുറം ദൃഷ്ടിയുടെയും നാവിന്റെയും ശ്വാസത്തിന്റെയും സൂക്ഷ്മമായ ക്രമീകരണത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ശരീരത്തിന്റെ ഓരോ ചെറിയ ഭാഗവും ബോധപൂർവം ക്രമീകരിക്കുമ്പോൾ പ്രാണന്റെ ചലനം കൂടുതൽ സൂക്ഷ്മവും ശക്തവുമായി മാറുന്നു. ഈ പദ്മാസനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ കൂടുതൽ പറയുന്നു. ഇദം പദ്മാസനം പ്രോക്തം സർവവ്യാധിവിനാശനം ദുർലഭം യേന കേനാപി ധീമതാ ലഭ്യത്തെ ഭുവി. ഈ പദ്മാസനം സകല രോഗങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇതാർക്കും എളുപ്പം ലഭിക്കുന്നതല്ല. ബുദ്ധിശാലികളായ ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ഇത് സാധ്യമാവൂ. ഇവിടെ ദുർലഭം എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഇത് ആസനത്തിന്റെ ശാരീരികമായ ബുദ്ധിമുട്ട് മാത്രമല്ല, അതിനാവശ്യമായ ക്ഷമയും അർപ്പണബോധവും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥ സിദ്ധി എപ്പോഴും അനായാസമായി ലഭിക്കുന്നതല്ല, അത് ബോധപൂർവമായ പരിശ്രമത്തിലൂടെ മാത്രം നേടാവുന്നതാണ്. പദ്മാസനത്തിന്റെ ധ്യാനപരമായ പ്രയോഗം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. കൃത്വാ സംപുടിതൗ കരൗ ദൃഢതരം ബദ്ധ്വാ തു പദ്മാസനം ഗാഢം വക്ഷസി സന്നിധായ ചിബുകം ധ്യായൻശ്ച തച്ചേതസി വാരം വാരം അപാനം ഊർധ്വമനിലം പ്രോത്സാരയൻ പൂരിതം ന്യഞ്ചൻ പ്രാണമുപൈതി ബോധമതുലം ശക്തിപ്രഭാവാൻ നരഃ. കൈകൾ കൂട്ടിച്ചേർത്ത് ഒരു കുഴി പോലെ രൂപപ്പെടുത്തി പദ്മാസനത്തിൽ ബലമായിരുന്ന് താടി നെഞ്ചിൽ ബലമായി ഉറപ്പിച്ച് ആ പരമമായ സത്യത്തിൽ മനസ്സിനെ ധ്യാനിച്ച് വീണ്ടും അപാനവായുവിനെ മുകളിലേക്ക് ഉയർത്തി ശ്വാസം എടുത്തും വിട്ടും ചെയ്യുന്ന ഒരു യോഗി കുണ്ടലിനി ശക്തിയുടെ പ്രഭാവത്താൽ അതുല്യമായ ജ്ഞാനം പ്രാപിക്കുന്നു. ഇവിടെ പദ്മാസനം കേവലം ഒരു ഇരിപ്പ് രീതിയല്ല, മറിച്ച് കുണ്ടലിനിയെ ഉണർത്താനുള്ള ഒരു ഗൂഢമായ പ്രക്രിയയുടെ അടിത്തറയായി മാറുന്നു. പ്രാണനും അപാനനും ഒരുമിച്ച് ചേരുമ്പോൾ ഉളവാകുന്ന ആ ആന്തരിക ഉണർവ് ജ്ഞാനത്തിന്റെ ഒരു പുതിയ വാതിൽ തുറക്കുന്നു. ഈ അഭ്യാസത്തിന്റെ അന്തിമഫലം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. പദ്മാസനേ സ്ഥിതോ യോഗി നാഡീദ്വാരേണ പൂരിതം മാരുതം ധാരയേദ്യസ്തു സമുക്തോ നാത്ര സംശയഃ. പദ്മാസനത്തിൽ ഇരുന്ന് നാസികാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതിനെ ധരിക്കുന്ന യോഗി തീർച്ചയായും മുക്തി പ്രാപിക്കും. ഇതിൽ സംശയമില്ല. ഈ ശ്ലോകം ഒരു നിസ്സംശയമായ പ്രഖ്യാപനമാണ്. ശ്വാസത്തിന്റെ ബോധപൂർവമായ നിയന്ത്രണവും ആസനത്തിന്റെ സ്ഥിരതയും ചേരുമ്പോൾ മുക്തി ഒരു അകലെയുള്ള സ്വപ്നമല്ല, മറിച്ച് അഭ്യാസത്തിലൂടെ സ്വാഭാവികമായി എത്തിച്ചേരാവുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുന്നു. ഇനി ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായ ഒരു ആസനത്തിലേക്ക്, സിംഹാസനത്തിലേക്ക് കടക്കാം. അഥ സിംഹാസനം ഗുൽഫൗ ച വൃഷണസ്യാധഃ സീവന്ത്യാഃ പാർശ്വയോഃ ക്ഷിപേത് ദക്ഷിണേ സവ്യഗുൽഫം തു ദക്ഷഗുൽഫം തു സവ്യകേ. 2 കണങ്കാലുകളും വൃക്ഷണത്തിന് താഴെ പെരിനീയത്തിന്റെ ഇരുവശങ്ങളിലും വയ്ക്കണം. ഇടതു കണങ്കാൽ വലതുവശത്തും വലതു കണങ്കാൽ ഇടതുവശത്തും.
സിംഹാസനത്തിന്റെ ഈ പ്രാരംഭ വിവരണം ശരീരത്തിന്റെ താഴ്ഭാഗത്തെ ബോധപൂർവം ക്രമീകരിക്കുന്നതിന്റെ പ്രാധാന്യം കാണിക്കുന്നു. ഓരോ ആസനത്തിനും അതിൻ്റെതായ കൃത്യമായ ഘടനയുണ്ട്. ആ ഘടന കൃത്യമായി പാലിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണഫലം ലഭിക്കൂ. സിംഹാസനത്തിന്റെ ബാക്കി ഭാഗം എങ്ങനെയാണെന്ന് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഹസ്തൗ തു ജാൻവോഃ സംസ്ഥാപ്യ സ്വാംഗുലീഃ സംപ്രസാര്യ ച വ്യാത്തവക്തോ നിരീക്ഷേത നാസാഗ്രം സുസമാഹിതഃ. കൈപ്പത്തികൾ കാൽമുട്ടുകളിൽ വെച്ച് വിരലുകൾ വിടർത്തി വായ വിടർത്തി തുറന്ന് മൂക്കിന്റെ അഗ്രങ്ങളിലേക്ക് നോക്കി പൂർണ്ണമായ ഏകാഗ്രതയോടെ ഇരിക്കണം. വായ വിടർത്തി തുറന്നിരിക്കുക എന്നത് സിംഹത്തിന്റെ ഗർജനത്തെ അനുകരിക്കുന്ന ഒരു പ്രതീകാത്മക ചലനമാണ്. ശരീരത്തിലെ ഒളിഞ്ഞിരിക്കുന്ന സമ്മർദ്ദങ്ങളെയും ഭയത്തെയും പുറത്തുവിടുന്ന ഒരു പ്രക്രിയ. ബാഹ്യമായ തുറന്ന പ്രകടനത്തിനും ആന്തരികമായ ഏകാഗ്രതയ്ക്കും ഇടയിലുള്ള ഈ സന്തുലനമാണ് സിംഹാസനത്തിന്റെ സവിശേഷത. ഈ ആസനത്തിന്റെ ഫലം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. സിംഹാസനം ഭവേദേതത് പൂജിതം യോഗിപുംഗവൈഃ ബന്ധത്രിതയസന്ധാനം കുരുതേ ചാസനോത്തമം. ഇതാണ് സിംഹാസനം. ഈ ഉത്തമമായ ആസനം 3 ബന്ധങ്ങളും ഒരുമിച്ച് സാധ്യമാക്കുന്നു. സിംഹാസനത്തിന്റെ ബാഹ്യമായ ശക്തിക്കുള്ളിൽ ആന്തരികമായ 3 നിയന്ത്രണങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്നത് ഈ ആസനത്തിന്റെ ആഴത്തെ കാണിക്കുന്നു. പുറമേ ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി തോന്നുന്ന ഈ ആസനം ഉള്ളിൽ ശരീരത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രക്രിയകളെ സജീവമാക്കുന്നു. ഇനി അവസാനത്തെ പ്രധാന ആസനത്തിലേക്ക്, ഭദ്രാസനത്തിലേക്ക് കടക്കാം. അഥ ഭദ്രാസനം. ഗുൽഫൗ ച വൃഷണസ്യാധഃ സീവന്ത്യാഃ പാർശ്വയോഃ ക്ഷിപേത്. സവ്യഗുൽഫം തഥാ സവ്യേ ദക്ഷഗുൽഫം തു ദക്ഷിണേ. പാർശ്വപാദൗ ച പാണിഭ്യാം ദൃഢം ബദ്ധ്വാ സുനിശ്ചലം. ഭദ്രാസനം ഭവേദേതത് സർവവ്യാധിവിനാശനം. ഗോരക്ഷാസനമിത്യാഹുരിദം വൈ സിദ്ധയോഗിനഃ. 2 കണങ്കാലുകളും വൃഷണത്തിന്റെ താഴെ പെരിനിയത്തിന്റെ ഇരുവശങ്ങളിലും വെച്ച് ഇടത് കണങ്കാൽ ഇടതുവശത്തും വലത് കണങ്കാൽ വലതുവശത്തും വെച്ച് കാലുകളുടെ വശങ്ങൾ കൈകൾ കൊണ്ട് ബലമായി പിടിച്ച് പൂർണ്ണമായും നിശ്ചലമായി ഇരിക്കുന്നതാണ് ഭദ്രാസനം. സകല രോഗങ്ങളെയും നശിപ്പിക്കുന്ന ആസനം. സിദ്ധയോഗികൾ ഇതിനെ ഗോരക്ഷാസനം എന്ന് വിളിക്കുന്നു. 4 പ്രധാന ആസനങ്ങളിലെ അവസാനത്തേതായ ഈ ഭദ്രാസനം ശരീരത്തിന്റെ പൂർണ്ണമായ നിശ്ചലതയിലൂടെ ആരോഗ്യം കൈവരിക്കുന്ന ഒരു അഭ്യാസമാണ്. ഒരേ ആസനത്തിന് ഗുരുപരമ്പര അനുസരിച്ച് വ്യത്യസ്ത പേരുകൾ ഉണ്ടാകുന്നത് ഹഠയോഗ പാരമ്പര്യത്തിന്റെ സമ്പന്നമായ വൈവിധ്യത്തെ ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്നു. ഈ 4 ആസനങ്ങളും അഭ്യസിച്ചതിന് ശേഷം യോഗി എന്ത് ചെയ്യണം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഏവമാസനബന്ധേഷു യോഗീന്ദ്രോ വിഗതശ്രമഃ അഭ്യസേന്നാടികാ ശുദ്ധിം മുദ്രാദിപവനീക്രിയാം. ഇപ്രകാരം ആസനങ്ങളിൽ ബലം നേടി ക്ഷീണമകന്ന യോഗീന്ദ്രൻ നാഡീശുദ്ധീകരണവും മുദ്രകളും പ്രാണക്രിയകളും അഭ്യസിക്കണം. ആസനങ്ങൾ ഒരു അവസാനമല്ല, മറിച്ച് ഒരു തുടക്കമാണ് എന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ശരീരം ബലപ്പെടുകയും ക്ഷീണം അകലുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിലും സൂക്ഷ്മമായ പ്രാണനിയന്ത്രണത്തിലേക്കും മുദ്രകളിലേക്കും കടക്കാൻ യോഗിക്ക് സാധ്യമാകൂ. ഇത് ഹഠയോഗയുടെ ക്രമാനുഗതമായ ഒരു യാത്രയാണ്. ഓരോ ഘട്ടവും അടുത്തതിനുള്ള അടിത്തറ ഒരുക്കുന്നു. ഈ ക്രമം കൃത്യമായി അടുത്ത ശ്ലോകത്തിൽ സ്വാത്മാരാമൻ വിവരിക്കുന്നു. ആസനം കുംഭകം ചിത്രം മുദ്രാഖ്യം കരണം തഥാ. അഥ നാദാനുസന്ധാനം അഭ്യാസാനുക്രമോ ഹഠേ. ആസനങ്ങൾ, വിവിധ തരം കുംഭകങ്ങൾ, മുദ്ര എന്നറിയപ്പെടുന്ന ക്രിയകൾ, അതിനുശേഷം നാദാനുസന്ധാനം. ഇതാണ് ഹഠയോഗയിലെ ശരിയായ അഭ്യാസക്രമം. ഈ ശ്ലോകം ഹഠയോഗയുടെ മുഴുവൻ ഘടനയും ഒരു വാക്യത്തിൽ സംഗ്രഹിക്കുന്നു. ആദ്യം ശരീരത്തെ ആസനങ്ങളിലൂടെ സ്ഥിരപ്പെടുത്തുക, പിന്നീട് ശ്വാസത്തെ കുംഭകങ്ങളിലൂടെ നിയന്ത്രിക്കുക, അതിനുശേഷം മുദ്രകളിലൂടെ ആന്തരിക ഊർജത്തെ ഉണർത്തുക, അവസാനം നാദത്തിൽ ലയിച്ച് പരമമായ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് സാധകൻ പിന്തുടരേണ്ട ക്രമം. ഈ അഭ്യാസത്തിന് എത്ര സമയമെടുക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ബ്രഹ്മചാരി മിതാഹാരി ത്യാഗി യോഗപരായണഃ അബ്ദാദൂർധ്വം ഭവേത് സിദ്ധോ നാത്ര കാര്യാ വിചാരണ. ബ്രഹ്മചര്യം പാലിക്കുന്ന, മിതമായ ആഹാരം കഴിക്കുന്ന, ത്യാഗിയായ, യോഗത്തിൽ പൂർണ്ണമായും അർപ്പിതനായ ഒരു സാധകൻ 1 വർഷത്തിനുള്ളിലോ അതിനപ്പുറമോ സിദ്ധി പ്രാപിക്കും. ഇതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ സ്വാത്മാരാമൻ 4 ഗുണങ്ങളെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്നു. ബ്രഹ്മചര്യം, മിതാഹാരം,
ത്യാഗം, യോഗത്തിലുള്ള പൂർണ്ണ സമർപ്പണം. ഈ നാലും ഒരുമിച്ച് ചേരുമ്പോൾ സിദ്ധി വളരെ വേഗത്തിൽ 1 വർഷത്തിനുള്ളിൽ പോലും സാധ്യമാകും എന്ന് ഉറപ്പുള്ള വാഗ്ദാനമാണ് ഈ ശ്ലോകം നൽകുന്നത്. മിതാഹാരം എന്നാൽ എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദമായി പറയുന്നു. സുസ്നിഗ്ധമധുരാഹാരശ്ച ചതുർത്ഥാംശ വിവർജിതഃ ഭുജ്യത്തെ ശിവസംപ്രീത്यै മിതാഹാരഃ സൗച്യത്തെ. നല്ലവണ്ണം സ്നിഗ്ധവും മധുരവുമായ ആഹാരം വയറിന്റെ 4/1 ഒഴിച്ചിട്ട് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനായി കഴിക്കുന്നതിനെയാണ് മിതാഹാരം എന്ന് വിളിക്കുന്നത്. ഈ ശ്ലോകം ആഹാരത്തെക്കുറിച്ച് ഒരു ആഴമേറിയ കാഴ്ചപ്പാട് നൽകുന്നു. ഭക്ഷണം കേവലം ശരീരത്തിന്റെ ആവശ്യമല്ല, മറിച്ച് ഒരു ആരാധനയാണ്. വയറ് പൂർണ്ണമായി നിറയ്ക്കാതെ ഒരു ഭാഗം ഒഴിച്ചിടുന്നത് ശരീരത്തിന്റെ ദഹനശക്തിക്ക് ഇടം നൽകുകയും മനസ്സിന് ഭാരമില്ലാതെ നിലനിർത്തുകയും ചെയ്യും. ഏതെല്ലാം ആഹാരങ്ങൾ ഒഴിവാക്കണമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കട്വാംല തീക്ഷ്ണ ലവണോഷ്ണ ഹരീത ശാക സൗവീര തൈല തില സർഷപ മധ്യമത്സ്യാൻ ആജാദി മാംസ ദധി തക്ര കുലഖ കോല പിന്യാക ഹിംഗു ലശുനാദ്യമ പഥ്യമാഹുഹു. എരിവ്, പുളി, കയ്പ്, ഉപ്പ്, മുളക് എന്നിവ അധികമുള്ള ഭക്ഷണം, പച്ചക്കറികൾ, പുളിച്ച കഞ്ഞി, എണ്ണ, എള്ള്, കടുക്, മദ്യം, മത്സ്യം, ആട് മുതലായവയുടെ മാംസം, തൈര്, മോര്, മുതിര, കുരുവില്ലാപ്പഴം, പിണ്ണാക്ക്, കായം, വെളുത്തുള്ളി തുടങ്ങിയവ ഹഠയോഗിക്ക് ദോഷകരമാണെന്ന് പറയപ്പെടുന്നു. ഇവയൊക്കെ ശരീരത്തിന്റെ സ്വാഭാവിക താളത്തെ തകർക്കുന്നവയാണ് എന്ന ധാരണയാണ് ഹഠയോഗ പിന്തുടരുന്നത്. ശരീരത്തിന്റെ ശാന്തതയും ജഠരാഗ്നിയുടെ സന്തുലനവും നിലനിർത്താൻ ഇത്തരം തീവ്രമായ രുചികളും ഗുണങ്ങളും ഉള്ള ഭക്ഷണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നാണ് ഈ ശ്ലോകം ഉപദേശിക്കുന്നത്. മറ്റെന്തെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് അടുത്ത ശ്ലോകത്തിൽ തുടരുന്നു. ഭോജനമഹിതം വിദ്യാത് പുനരസ്യോഷ്ണീകൃതം രൂക്ഷം അതിലവണമമ്ലയുക്തം കദശന ശാകോത്കം വർജ്യം. വീണ്ടും ചൂടാക്കിയ ഭക്ഷണം, വരണ്ട ഭക്ഷണം, അമിതമായ ഉപ്പോ പുളിയോ ഉള്ള ഭക്ഷണം, അധികം പച്ചക്കറികൾ ചേർത്ത ഭക്ഷണം ഇവയെല്ലാം ദോഷകരമാണെന്ന് അറിഞ്ഞ് ഒഴിവാക്കണം. ആഹാരത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഈ സൂക്ഷ്മമായ ശ്രദ്ധ ഹഠയോഗിയുടെ ജീവിതം എത്ര ബോധപൂർവമായിരിക്കണം എന്ന് കാണിക്കുന്നു. ഓരോ ഭക്ഷണവും ശരീരത്തിന്റെ സൂക്ഷ്മ സന്തുലനത്തെ ബാധിക്കുന്നു എന്ന ധാരണയോടെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു യോഗാഭ്യാസമായി മാറുന്നു. ആഹാരത്തിനപ്പുറം ജീവിതശൈലിയിലെ മറ്റു ചില കാര്യങ്ങൾ കൂടി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. വഹിനി സ്ത്രീ പഥി സേവനാമാദൗ വർജയനമാചരേത് തഥാ ഹി ഗോരക്ഷവചനം വർജയേത് ദുർജന പ്രാന്തം വഹിനി സ്ത്രീ പഥി സേവനം പ്രാതഃ സ്നാനോപവാസാദി കായക്ലേശവിധിം തഥാ. അഭ്യാസത്തിന്റെ ആരംഭത്തിൽ തീകായൽ, സ്ത്രീ സഹവാസം, ദീർഘയാത്രകൾ എന്നിവ ഒഴിവാക്കണം. ഗോരക്ഷനും ഇപ്രകാരം പറയുന്നു: ദുഷ്ടരുടെ സഹവാസം, തീകായൽ, സ്ത്രീ സഹവാസം. തെറ്റിപ്പോണല്ലോ. അഭ്യാസത്തിന്റെ ആരംഭത്തിൽ തീകായൽ, സ്ത്രീ സഹവാസം, ദീർഘയാത്രകൾ എന്നിവ ഒഴിവാക്കണം. ഗോരക്ഷകനും ഇപ്രകാരം പറയുന്നു: ദുഷ്ടരുടെ സഹവാസം, തീകായൽ, സ്ത്രീ സഹവാസം, ദീർഘയാത്രകൾ, അതിരാവിലെയുള്ള കുളി, ഉപവാസം തുടങ്ങിയവയും ശരീരത്തിന് അമിതമായ ക്ലേശം വരുത്തുന്ന എന്തും ഒഴിവാക്കണം. ഹഠയോഗയുടെ ആരംഭഘട്ടത്തിൽ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ സ്ഥിരത ലഭിക്കുന്നത് വരെ അമിതമായ ബാഹ്യ പ്രവർത്തനങ്ങളും ക്ഷീണിപ്പിക്കുന്ന ശീലങ്ങളും ഒഴിവാക്കണം എന്നാണ് ഈ ഉപദേശത്തിന്റെ കാതൽ. അമിതമായ കാഠിന്യമല്ല, മറിച്ച് സൗമ്യമായ ക്രമീകരണമാണ് ആരംഭഘട്ടത്തിൽ ആവശ്യമായത്. ഇനി ഹഠയോഗിക്ക് ഗുണകരമായ ഭക്ഷണങ്ങൾ ഏതെല്ലാമെന്ന് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഗോധൂമശാലി യവശാഷ്ഠിക ശോഭനാന്നം ക്ഷീരാജ്യ ഖണ്ഡ നവനീത സിദ്ധാമധൂനി ശുണ്ഠി പട്ടോല കഫലാദിക പഞ്ചശാകം മുദ്ഗാദി ദിവ്യ മുദകം ച യമീന്ദ്രപഥ്യം. ഗോതമ്പ്, അരി, യവം, ഞവര, ചാമ, ഷഷ്ഠികം എന്ന വിശിഷ്ടമായ നെല്ലിനം എന്നീ നല്ല ധാന്യങ്ങൾ, പാല്, നെയ്യ്, ശർക്കര, വെണ്ണ, പഞ്ചസാര, തേൻ, ചുക്ക്, പടോലം എന്ന ഒരു തരം വെള്ളരി മുതലായ 5 ഇലക്കറികൾ, ചെറുപയർ തുടങ്ങിയവയും ശുദ്ധമായ ജലവും ഇവയാണ് ശ്രേഷ്ഠരായ യോഗികൾക്ക് അനുയോജ്യമായ ഭക്ഷണം. സാത്വികവും ലളിതവുമായ ഈ ഭക്ഷണക്രമം ശരീരത്തിന് ഭാരമേൽപ്പിക്കാതെ ആവശ്യമായ പോഷണം നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ്. പ്രകൃതിയോട് ചേർന്ന് ലാളിത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയാണ് ഹഠയോഗാഭ്യാസത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് ശ്ലോകം സൂചിപ്പിക്കുന്നു. ആഹാരത്തെക്കുറിച്ചുള്ള അവസാന ഉപദേശം അടുത്ത ശ്ലോകത്തിൽ കാണാം.
पुष्टं सुमधुरं स्निग्धं गव्यं धातुप्रपोषणं मनोभिलषितं योग्यं योगी भोजनमाचरेत्. പോഷക സമൃദ്ധവും മധുരവും സ്നിഗ്ധവുമായ പശുവിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കളെ പോഷിപ്പിക്കുന്ന മനസ്സിന് ഇഷ്ടപ്പെട്ട യോഗ്യമായ ഭക്ഷണം യോഗി കഴിക്കണം. ശരീരത്തെ പോഷിപ്പിക്കുന്നതും നെയ്യ് ചേർന്നതും നല്ല മധുരമുള്ളതും പാല്, വെണ്ണ മുതലായവ ചേർന്നതും ശരീരധാതുക്കളെ നല്ലവണ്ണം പോഷിപ്പിക്കുന്നതുമായ പഥ്യാഹാരം മിതമായ രീതിയിൽ യോഗസാധകൻ കഴിക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഭക്ഷണം മനസ്സിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം എന്ന നിർദ്ദേശമാണ്. നിർബന്ധിതമായ മനസ്സില്ലാ മനസ്സോടെയുള്ള ഭക്ഷണ രീതി ദീർഘകാലം നിലനിൽക്കില്ല. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രിയപ്പെട്ട യോജിച്ച ഭക്ഷണമാണ് യഥാർത്ഥ യോഗാഭ്യാസത്തിന് അടിത്തറ പാകുന്നത്. ഇനി ഭക്ഷണത്തിനും ജീവിതശൈലിക്കും അപ്പുറം യോഗസിദ്ധിയുടെ യഥാർത്ഥ രഹസ്യം സ്വാത്മാരാമൻ അടുത്ത ശ്ലോകങ്ങളിൽ വെളിപ്പെടുത്തുന്നു. युवो वृद्धो अतिवृद्धो वा व्याधितो दुर्बलोऽपि वा अभ्यासात् सिद्धिमाप्नोति सर्वयोगेष्वतन्द्रितः. യുവാവായാലും വൃദ്ധനായാലും അതിവൃദ്ധനായാലും രോഗിയായാലും ദുർബലനായാലും അലസതയില്ലാതെ അഭ്യസിക്കുന്ന ആർക്കും യോഗത്തിന്റെ എല്ലാ വശങ്ങളിലും സിദ്ധി കൈവരിക്കാൻ കഴിയും. ഇത് ഹഠയോഗ പ്രദീപികയിലെ ഏറ്റവും പ്രത്യാശാജനകമായ ഒരു ശ്ലോകമാണ്. പ്രായമോ ആരോഗ്യാവസ്ഥയോ ശക്തിയോ ഒരു തടസ്സമല്ല. തടസ്സമാകുന്നത് ഒരേ ഒരു കാര്യമാണ്, അലസത. ആരാണ് സാധകൻ എന്നതല്ല, എത്ര ആത്മാർത്ഥമായി അഭ്യസിക്കുന്നു എന്നതാണ് യോഗസിദ്ധിയെ നിർണയിക്കുന്നത്. ഈ അഭ്യാസത്തിന്റെ പ്രാധാന്യം അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. क्रियायुक्तस्य सिद्धिः स्यात् अक्रियस्य कथं भवेत् न शास्त्रपाठमात्रेण योगसिद्धिः प्रजायते. പ്രവർത്തിക്കുന്നവന് സിദ്ധി ഉണ്ടാകും, പ്രവർത്തിക്കാത്തവന് അതെങ്ങനെ ഉണ്ടാകും? വെറും ഗ്രന്ഥപാരായണം കൊണ്ട് മാത്രം യോഗസിദ്ധി ഉണ്ടാകുന്നില്ല. ഈ ശ്ലോകം സ്വാത്മാരാമന്റെ ഏറ്റവും നേരിട്ടുള്ള ഒരു ഉദ്ബോധനമാണ്. അറിവ് വായിക്കുന്നതിനും അറിവ് ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. ഗ്രന്ഥങ്ങൾ വഴികാട്ടിയാകാം, എന്നാൽ ആ വഴിയിലൂടെ നടക്കുന്നത് സാധകൻ തന്നെയാണ്, ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. ഈ ചിന്ത അടുത്ത ശ്ലോകത്തിൽ കൂടുതൽ ശക്തമായി ആവർത്തിക്കുന്നു. न वेषधारणं सिद्धिः कारणं न च तत्कथा क्रिया एव कारणं सिद्धिः सत्यमेतद् न संशयः. വേഷം ധരിക്കുന്നത് സിദ്ധിക്ക് കാരണമല്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമല്ല. പ്രവൃത്തി മാത്രമാണ് സിദ്ധിയുടെ കാരണം. ഇത് സത്യമാണ്, ഇതിൽ സംശയമില്ല. ഇവിടെ സ്വാത്മാരാമൻ ബാഹ്യമായ ആഡംബരങ്ങളെയും വാചാടൗപങ്ങളെയും നിശിതമായി തള്ളിക്കളയുന്നു. യോഗിയുടെ വേഷമോ യോഗത്തെക്കുറിച്ചുള്ള സംസാരമോ അല്ല, മറിച്ച് നിരന്തരമായ ആത്മാർത്ഥമായ പ്രവൃത്തിയാണ് യഥാർത്ഥ പരിവർത്തനം കൊണ്ടുവരുന്നത്. ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിലും ഇന്നും അതേ പ്രസക്തിയോടെ നിലനിൽക്കുന്ന ഒരു സത്യമാണ്. ഈ ഒന്നാം ഉപദേശത്തിന്റെ അവസാന ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. पीठानि कुम्भकाश्चित्रा दिव्यानि करणानि च सर्वाण्यपि हठाभ्यासे राजयोगफलावधि. ആസനങ്ങൾ, വിവിധ കുംഭകങ്ങൾ, ദിവ്യമായ മുദ്രകൾ ഇവയെല്ലാം ഹഠയോഗാഭ്യാസത്തിൽ രാജയോഗം എന്ന ഫലം ലഭിക്കുന്നത് വരെ അഭ്യസിക്കേണ്ടതാണ്. ഈ ശ്ലോകത്തിൽ സ്വാത്മാരാമൻ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. ഹഠയോഗയിലെ ആസനങ്ങളും കുംഭകങ്ങളും മുദ്രകളും അതിൽ തന്നെ അവസാനിക്കുന്നില്ല. അവയെല്ലാം ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്കുള്ള പടികളാണ്, രാജയോഗം എന്ന പരമമായ ധ്യാനാവസ്ഥയിലേക്ക്. ശരീരത്തിന്റെ അച്ചടക്കത്തിൽ നിന്ന് ആരംഭിച്ച് മനസ്സിന്റെ പൂർണ്ണമായ ശാന്തതയിലേക്ക് എത്തുന്ന ഈ യാത്രയാണ് ഹഠയോഗ പ്രദീപികയുടെ ഒന്നാം ഉപദേശം നമുക്ക് കാണിച്ചു തരുന്നത്. इति हठप्रदीपिकायां प्रथमोपदेशः. ഇത്രയും ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഹഠയോഗം ശരീരത്തിന്റെ അഭ്യാസം മാത്രമല്ല, അത് അച്ചടക്കമാണ്, സമർപ്പണമാണ്, സത്യാന്വേഷണത്തിന്റെ ഒരു പടിയാണ്. ആദിനാഥനിൽ നിന്ന് ആരംഭിച്ച ഈ അറിവ് മത്സ്യേന്ദ്രനാഥനിലൂടെയും ഗോരക്ഷാനാഥനിലൂടെയും അസംഖ്യം സിദ്ധന്മാരിലൂടെയും കടന്ന് സ്വാത്മാരാമനിലൂടെ നമ്മിലേക്ക് എത്തിയിരിക്കുന്നു. ഭക്ഷണത്തിലും പ്രവൃത്തിയിലും സംസാരത്തിലും സന്തുലനം പാലിക്കുക, ഏകാഗ്രതയോടെ ഉത്സാഹത്തോടെ നിശ്ചയദാർഢ്യത്തോടെ സ്വന്തം പാതയിൽ ഉറച്ചു നിൽക്കുക, ശരീരത്തിന് സ്ഥിരതയും ആരോഗ്യവും നൽകുന്ന ആസനങ്ങളിലൂടെ ധ്യാനത്തിനുള്ള അടിത്തറ പാകുക. ഇതാണ് സ്വാത്മാരാമൻ നമുക്ക് നൽകുന്ന ആദ്യ പാഠം. ശരീരത്തിന്റെ അച്ചടക്കത്തിലൂടെ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഹഠയോഗ പ്രദീപികയുടെ അടുത്ത അധ്യായങ്ങളിൽ പ്രാണായാമവും ശുദ്ധിക്രിയകളും മുദ്രകളും നമ്മെ കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ പുരാതന അറിവിന്റെ അടുത്ത ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും കമൻ്റായി പങ്കുവയ്ക്കുക. ശാന്തി ഉണ്ടാകട്ടെ. നമസ്കാരം.